ഇന്നത്തെ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷനെ പറ്റിയാണ്. സോ UGC നെറ്റിൽ നമുക്കൊരു 4 to 5 മിനിമം 4 മാർക്ക് വരെ സ്കോർ ചെയ്യാവുന്ന മിനിമം 4 മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയയാണ് കമ്മ്യൂണിക്കേഷൻ. സോ കമ്മ്യൂണിക്കേഷൻ്റെ സിലബസ് തന്നെ വളരെ ചെറുതാണ്. ഈവൻ ദോ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ഇന്ന് ചോദിക്കുന്നത് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്നാണ്. ബാക്കിയുള്ള 4 മേജർ ഏരിയ നോക്കുകയാണെങ്കിലും കമ്പാരിറ്റീവ്ലി ഈസിയർ ആണ്. നമ്മളെ സംബന്ധിച്ച് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളൂ. സോ ലെറ്റ്സ് സീ ദി സിലബസ്. 4 ബ്രോഡ് ഏരിയാസ് ആണ് സിലബസിൽ വരുന്നത്. അതിന് ഒരു ഏരിയ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അതായത് ആദ്യത്തെ ടോപ്പിക് കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക്സ്, അതിനകത്ത് മീനിങ് വരുന്നുണ്ട്, ദെൻ ടൈപ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് അത്രയും കാര്യങ്ങൾ. അതിനുശേഷം രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് പറയുന്നത് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ്റെ മെത്തേഡ്സ് ആണ്, ലൈക്ക് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ്. ബേസിക്കലി ടൈപ്സ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് നമ്മുടെ സിലബസിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. സോ മൂന്നാമത്തെ ടോപ്പിക്കായിട്ട് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ, നാലാമത്തെ ടോപ്പിക്കായിട്ട് ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ആൻഡ് ഫൈനലി 5th ടോപ്പിക്കായിട്ട് മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി. ഇതിൽ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനും മാസ് മീഡിയ ആൻഡ് സൊസൈറ്റിയും നമ്മൾ രണ്ടാമത്തെ ലെക്ചറിലായിരിക്കും ഡിസ്കസ് ചെയ്യുക. ഇന്നത്തെ ലെക്ചറിൽ ബാക്കി 3 ഏരിയ, അതായത് കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക്സ്, ദെൻ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആൻഡ് ടൈപ്സ്, ആൻഡ് ഫൈനലി ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഈ 3 ഏരിയയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദി ബേസിക്സ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം. ഈവൻ ദോ ഫ്രഷ് ആയിട്ട് തന്നെ ആദ്യമായിട്ട് കേൾക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യുക. ബിക്കോസ് ഇതൊരു റിവിഷൻ സെഷൻ ആയിട്ട് വേണം എന്ന് എപ്പോഴും കരുതാൻ വേണ്ടി. ഇഫ് യു ആർ വെൽ വേഴ്സ്ഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ, നമുക്ക് നല്ല രീതിയിൽ അറിയാവുന്ന ഏരിയ ആയാൽ പോലും ഇതൊരു റിവിഷൻ ടൈം ആയിട്ടോ അല്ലെങ്കിൽ there will be something നമ്മൾ മറന്നിരിക്കുന്നതായിട്ടുള്ള ചില ഏരിയാസ് എങ്കിലും ഉണ്ടായിരിക്കും. അതെല്ലാം റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സെഷനായിട്ട് കരുതുക. ഈ സെഷൻ നോർമലി 1 to 1.5 hours ഉണ്ടാവുള്ളൂ. ബിക്കോസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് സിലബസ് പ്രകാരം ഏറ്റവും ചെറിയ ഏരിയയാണ്. വെറാസ് ലോജിക്കൽ റീസണിങ്ങിലേക്കൊക്കെ വരുമ്പോൾ ഒരുപാട് ഏരിയാസ് ഉണ്ടെങ്കിൽ ഇവിടെ വളരെ കുറച്ച് ഏരിയാസ് മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് 2 സെഷൻ എന്ന് പറയുമ്പോൾ 1 to 1.5 hours that will be enough. Okay, let's start. കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക്സ് പറയുമ്പോൾ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ഇറ്റ് വാസ് ഡിറൈവ്ഡ് ഫ്രം എ ലാറ്റിൻ വേർഡ്. ആ ലാറ്റിൻ വേർഡ് എന്ന് പറയുന്നത് 2 രീതിയിൽ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. ഒന്ന് കമ്മ്യൂണിസ് എന്നുള്ള വേർഡും അല്ലെങ്കിൽ കമ്മ്യൂണിക്കർ എന്നീ 2 വേർഡുകളുടെയും മീനിങ് വരുന്നത് ടു മേക്ക് കോമൺ. സോ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒന്ന് കോമൺ ആക്കുക, എന്തെങ്കിലും ഒന്ന് പബ്ലിക്കിലേക്ക് അറിയിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു തോട്ട് എക്സ്റ്റേണലി കൊണ്ടുവരിക എന്നുള്ളൊരു ഐഡിയയാണ് ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് കമ്മ്യൂണിക്കേഷൻ മീൻസ് ടു മേക്ക് കോമൺ. ആസ് ഐ സെഡ്, ഒരു ഐഡിയ, ഒരു ഫാക്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു തോട്ട്, ഈ തോട്ട് പബ്ലിക്കാക്കുക അല്ലെങ്കിൽ മേക്ക് കോമൺ ആക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ്റെ മീനിങ്. ലിറ്ററലി പറയുകയാണെങ്കിൽ നമ്മളുടെ തോട്ടോ ഐഡിയയോ സംതിങ് അങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു റിക്വയർമെൻറ്റ് നമ്മൾ മറ്റൊരു ഇൻഡിവിജ്വലിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ കമ്മ്യൂണിക്കേഷൻ therefore is the exchange of thought, message, information and by the way of speech, signal and writing. So basically നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എടുക്കുകയാണെങ്കിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ കയ്യിലൊരു തോട്ടായിരിക്കാം, നമുക്ക് പറയാനുള്ള ഒരു തോട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ, അതും അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഒരു ആവശ്യം, ഒരു റിക്വയർമെൻ്റ് ആവാം. ഈ റിക്വയർമെൻറ്റ് എന്തെങ്കിലും ഒരു മീൻസ് ഉപയോഗിച്ചുകൊണ്ട്, ദാറ്റ് മേ ബി ഒരു സ്പീച്ച് ആകാം അല്ലെങ്കിൽ ഒരു സിഗ്നൽ ആകാം, ഓർ സംതിങ് ഇൻ റിട്ടേൺ, അങ്ങനെ നമ്മളുടേതായ ഒരു വേയിൽ അവതരിപ്പിച്ച് മറ്റൊരു ഇൻഡിവിജ്വലിൻ്റെ കയ്യിലെത്തിക്കുന്ന പ്രോസസ്സിനെയാണ് ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ സെൻഡറിൽ നിന്നും മെസ്സേജ് റിസീവറിൽ എത്തുന്നതോടുകൂടി കമ്മ്യൂണിക്കേഷൻ അവസാനിക്കുന്നില്ല. കമ്മ്യൂണിക്കേഷൻ ഒരു 2-way പ്രോസസ്സാണ്. കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഈ മെസ്സേജിനനുസരിച്ച് റെസ്പോൺസ് റിസീവറുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, റിസീവറിലേക്ക് റെസ്പോൺസ് എത്തിയിരിക്കണം.
Hello. Please take clear alle? Yeah, okay. Okay, fine. So communication basics are nammal paranjathu. Without feedback communication is incomplete. So process വരുന്നത് സെൻഡർ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു മെസ്സേജ് അത് അദ്ദേഹം എൻകോഡ് ചെയ്യുന്നു. എൻകോഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോഡിലേക്ക് മാറ്റുന്നു. നമ്മളുടെ കയ്യിലുള്ള ഒരു ഐഡിയ അതൊരു ലാംഗ്വേജ് വഴി അവതരിപ്പിച്ചാലാണ് മറ്റൊരാൾക്ക് മനസ്സിലാവുന്നത്. ആ ലാംഗ്വേജിലേക്ക് കൺവെർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ആക്ച്വലി എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സെൻഡർ അദ്ദേഹത്തിന്റെ മെസ്സേജ് എൻകോഡ് ചെയ്യുന്നു. റിസീവറിലേക്ക് ആ മെസ്സേജ് എത്തുമ്പോൾ അദ്ദേഹം അത് ഡീകോഡ് ചെയ്യുന്നു. മീൻസ് വാട്ട് എവർ റിട്ടൺ ഇൻ ദാറ്റ് സ്ക്രിപ്റ്റ്, എന്താണോ ആ സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നത് അതിനെ മനസ്സിലാക്കുന്ന പ്രോസസ്സിനെയാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. സോ ഈ എൻകോഡിങ്ങും ഡീകോഡിങ്ങും സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഏരിയയാണ്. സോ എൻകോഡിംഗ് മീൻസ് ദി പ്രോസസ് ഓഫ് കൺവെർട്ടിംഗ് ആൻ ഐഡിയ ഇൻ ടു അണ്ടർസ്റ്റാൻഡബിൾ ഫോം. മനസ്സിലാക്കി എടുക്കാവുന്ന ഒരു ലാംഗ്വേജ് ആയിട്ടോ സ്ക്രിപ്റ്റ് ആയിട്ടോ ഒരു കോഡായിട്ടോ കൺവെർട്ട് ചെയ്യുന്നതിനെയാണ് ആക്ച്വലി എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഈ എൻകോഡഡ് മെറ്റീരിയലിനെ മനസ്സിലാക്കിയെടുക്കുന്ന പ്രോസസ്സാണ് ആക്ച്വലി ഡീകോഡിംഗ്. നമ്മുടെ ഐഡിയ ആക്കി കൺവെർട്ട് ചെയ്യുന്നു കോഡഡ് ആയിട്ടുള്ള മെറ്റീരിയലിനെ, മേ ബി ഇൻ ലാംഗ്വേജ് ഓർ ഇൻ സ്ക്രിപ്റ്റ്. ആ പറയുന്ന സ്ക്രിപ്റ്റിനെ നമ്മൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ആ മനസ്സിലാക്കുന്ന പ്രോസസ്സിനെയാണ് ആക്ച്വലി ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി പ്രോസസ്. ആ പ്രോസസ്സിനെ പറ്റിയായിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ എലാബറേറ്റ് ചെയ്യുക. അതിനുശേഷം ഡിഫറെൻറ്റ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹൗ ടു മേക്ക് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ്. ഇറ്റ്സ് അറ്റ് ദി purview of this session. So let's see one definition for communication. Communication is sum of all things one person does when he wants to create understanding in the mind of another. അതായത് എന്നെ സംബന്ധിച്ച് ഞാൻ മറ്റൊരാളുടെ മനസ്സിലേക്ക് ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും സം ടോട്ടലാണ് കമ്മ്യൂണിക്കേഷൻ. അതായത് എൻ്റെ ഒരു ഐഡിയ ഇപ്പോൾ നിങ്ങളിലേക്ക് ഞാൻ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തൊക്കെ മെത്തേഡാണോ ഉപയോഗിക്കുന്നത്, മേ ബി ടെല്ലിങ്, ഡയറക്റ്റ്ലി പറയുന്നതാകാം, അല്ലെങ്കിൽ ഈ പറയുന്ന മെത്തേഡ് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതാകാം, തുടങ്ങി ഏതൊക്കെ സ്റ്റേജസ് ഈ ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടോ അതെല്ലാം കമ്മ്യൂണിക്കേഷൻ്റെ പാർട്ടാണ്. സോ കമ്മ്യൂണിക്കേഷൻ ഈസ് സം ഓഫ് ഓൾ തിങ്സ് one person does when he wants to create understanding in the mind of another. മറ്റൊരു വ്യക്തിയുടെ മനസ്സിലേക്ക് ഒരു കാര്യം എത്തിക്കണമെങ്കിൽ ആ ഇൻഡിവിജ്വൽ അതിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, എന്തൊക്കെ സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ടോ, ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ്റെ പാർട്ടാണ്. ഇറ്റ് ഇൻവോൾവ്സ് സിസ്റ്റമാറ്റിക് ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ടെല്ലിംഗ്, പറഞ്ഞു കൊടുക്കുന്ന രീതി, ദെൻ ലിസണിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, പറയുന്നതും അതേപോലെ മനസ്സിലാക്കുന്നതും ദെൻ കേൾക്കുന്നതുമായിട്ടുള്ള എല്ലാ ആസ്പെക്റ്റും കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായി വരുമെന്നാണ് അലൻ ലൂയിസിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. Then there is one another definition. Communication has been defined as the transfer of information from one person to another, whether or not it elicites confidence. ഒരു ഇൻഡിവിജ്വലിൻ്റെ കയ്യിൽ നിന്നും മറ്റൊരു ഇൻഡിവിജ്വലിലേക്ക് ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിനൊരു റെസ്പോൺസ് ഉണ്ടോ, റെസ്പോൺസ് എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യം ക്ലിയർ ആണോ, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യം ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണോ എന്നുള്ളൊരു മാറ്ററേ അല്ല. ഓക്കെ, ദാറ്റ് വിൽ ബി ആ ഇൻഡിവിജ്വലിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്നുള്ളതാണ് എലിസിറ്റ് കോൺഫിഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഇൻഡിവിജ്വലിലേക്ക് ഈ പറയുന്ന മാറ്ററിൽ ഇമ്പോർട്ടൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് റെലവൻ്റ് അല്ല. പക്ഷേ ഒരു ഇൻഫർമേഷൻ ഒരു ഇൻഡിവിജ്വലിൽ നിന്നും മറ്റൊരു ഇൻഡിവിജ്വലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ആ ഇൻഡിവിജ്വലിൽ ഒരു റിയാക്ഷൻ, ആ റിയാക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം. ഓക്കെ, സോ അത്തരത്തിലുള്ള ഒരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കൺഫ്യൂഷൻ തോന്നാവുന്നത് വെദർ ഓർ നോട്ട് ഇറ്റ് എലിസിറ്റ്സ് കോൺഫിഡൻസ് എന്നുദ്ദേശിക്കുന്നത് ഈ പറയുന്ന കാര്യത്തിന് അനുസരിച്ചാണ് അയാൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് അല്ലാത്ത ഏരിയ ആണോ, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ പറയുന്ന മാറ്റർ സെക്കൻഡ് പാർട്ടിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുൾ ആണ്. സോ that's all about definition. Moving on, communication begins, ആ സ്റ്റേജസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് ആൻ ഇമ്പൾസ്.
Means with an impulse to pass a message. നമ്മളുടെ മനസ്സിലുള്ള ഒരു മോട്ടിവേഷൻ. That motivation leads us to tell something. നമ്മളുടെ മനസ്സിലുള്ള ആ ഒരു മോട്ടിവേഷൻ, അതിനെയാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ആ ഇമ്പൾസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ കയ്യിലുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യപ്പെടും. ആ ഇമ്പൾസിലാണ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ ബിഗിൻസ് വിത്ത് ആൻ ഇമ്പൾസ് ടു പാസ് ഓൺ എ മെസ്സേജ് made up of bit of information. നമ്മളുടെ കയ്യിലുള്ള ഈ ഇൻഫർമേഷൻ കൊണ്ടുള്ള ഒരു മെസ്സേജ്, എനിക്കൊരു കാര്യം അങ്ങോട്ടേക്ക് പറയാനുണ്ട്, അതിലൊരു ഇൻഫർമേഷൻ ഉണ്ട്. സോ ആ മെസ്സേജ് സെക്കൻഡ് പാർട്ടിയിലേക്ക് പാസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ, ആ ഒരു മോട്ടിവേഷനിലാണ് ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഇൻ ദി പ്രോസസ് ഓഫ് എൻകോഡിംഗ്, യൂണിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ ആർ സെലക്റ്റഡ് ആൻഡ് ഓർഗനൈസ്ഡ് ഫോർ ട്രാൻസ്മിഷൻ. ഇപ്പോൾ ഒരു കാര്യം കൺവേ ചെയ്യാൻ പോവുകയാണെങ്കിൽ, സോ ദർ മസ്റ്റ് ബി സംതിങ്, ഒരു ഇമ്പൾസ് ഉണ്ടായിരിക്കണം. ആ ഇമ്പൾസിന് ശേഷം നെക്സ്റ്റ് ലെവലിലേക്ക് വരുന്നത് നമ്മളുടെ കയ്യിലുള്ള മെറ്റീരിയലിനെ, നമ്മളുടെ കയ്യിലുള്ള ഇൻഫർമേഷനെ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നു. മീൻസ് അണ്ടർസ്റ്റാൻഡബിൾ ഫോമിലേക്ക് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ലാംഗ്വേജിലേക്ക് നമ്മൾ അതിനെ ഓർഗനൈസ് ചെയ്യുന്നു. സോ ഇപ്പോൾ സംഭവിക്കുന്നത് നമ്മളുടെ ഐഡിയയെ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്യപ്പെട്ടു. ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് കോഡഡ് ഫോമിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ആക്ച്വലി എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻപുട്ട് ഈസ് ദി സം ഓഫ് എക്സ്പീരിയൻസസ് ദാറ്റ് ബിൽഡ് അപ്പ് in human brain or computer. The output is the encoded message transmitted from the information source. അതായത് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് നമ്മളുടെ കയ്യിലുള്ള ഒരു ഐഡിയ, അതാണ് നമ്മളുടെ ഇൻപുട്ട്. ആ ഇൻപുട്ടിനെ നമ്മൾ എൻകോഡ് ചെയ്ത് സംതിങ് ആക്കി മാറ്റി. മീൻസ് ഒരു ലാംഗ്വേജിലേക്കോ അല്ലെങ്കിൽ ഒരു ഗെസ്റ്ററിലേക്കോ നമ്മൾ അതിനെ മാറ്റുന്നു. അങ്ങനെ മാറ്റിയതിന് ശേഷം ഇറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് യൂസിങ് എ മീഡിയ. ഒരു മീഡിയം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ നമ്മളുടെ അടുത്ത് നിന്നും മറ്റൊരു ഇൻഡിവിജ്വലിലേക്ക് എത്തിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഉറക്കെ സംസാരിക്കുകയാണെങ്കിൽ എയർ ആണ് മീഡിയം. ലൈക്വൈസ് ദർ വിൽ ബി ചാനൽ. ആ ചാനൽ ഉപയോഗിച്ചുകൊണ്ട് സെക്കൻഡ് പാർട്ടിയിലേക്ക് എത്തിക്കുന്നു. ആ സെക്കൻഡ് പാർട്ടിയുടെ റെസ്പോൺസ്, മേ ബി അതൊന്ന് കിട്ടി കഴിഞ്ഞാൽ ഇദ്ദേഹം തലയാട്ടിയാൽ തന്നെ റെസ്പോൺസ് ആയി, ഫീഡ്ബാക്ക് ആയി. സോ അതിൻ്റെ റിയാക്ഷൻ, ആ റിയാക്ഷൻ ആണ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ the interpretation of the message is called decoding. That means, as I said, ഫസ്റ്റ് പ്രോസസ്സിൽ നമ്മളുടെ കയ്യിലുള്ള ഐഡിയയെ നമ്മൾ ഒരു ലാംഗ്വേജിലേക്കോ സ്ക്രിപ്റ്റിലേക്കോ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാവുന്ന എന്തെങ്കിലും ഒരു കോഡാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. ദെൻ ഈ കോഡിനെ ഐഡിയ ആയിട്ട് റീട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ രണ്ട് ബേസിക് പ്രോസസ്സ് പറഞ്ഞിരിക്കുക, എൻകോഡിങ്ങും ഡീകോഡിങ്ങും എന്താണ്. സോ ലാസ്റ്റ് സ്റ്റെപ്പ് എൻകോഡിങ്ങും ഡീകോഡിങ്ങും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനലി വരുന്നത് സെൻഡർ, അതിൽ നിന്ന് റിസീവർ ഫീഡ്ബാക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഫീഡ്ബാക്ക് ഈസ് ദി റെസ്പോൺസ് or a message that the receiver, that is the decoder, returns to the sender. മീൻസ് നമ്മൾ ആ പ്രോസസ്സ് എല്ലാം ക്ലിയർ ആയിട്ട് അറിയാവുന്നവരാണ്. സോ ഫസ്റ്റ് ഇവിടെ തന്നിരിക്കുന്ന ചാർട്ട് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മെസ്സേജ് ആണ്. ആ മെസ്സേജ് നമ്മൾ എൻകോഡ് ചെയ്യുന്നു. ഈ മെസ്സേജ് മീൻസ് ഒരു ഐഡിയ. ആ ഐഡിയ ബിഫോർ ദാറ്റ് സെൻഡറിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. സെൻഡറുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ആ ഐഡിയ എൻകോഡ് ചെയ്യപ്പെടുന്നു. എൻകോഡ് ചെയ്തതിന് ശേഷം നമ്മളുടെ കയ്യിൽ ഒരു മീഡിയത്തിൻ്റെ സഹായത്തോടു കൂടി, മീഡിയം ഒരു ടെലിഫോൺ ആണെങ്കിൽ ടെലിഫോൺ, അത്തരത്തിലൊരു മീഡിയത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ അത് റിസീവറിലേക്ക് എത്തിക്കുന്നു. റിസീവർ ഐഡിയ മനസ്സിലാക്കണമെങ്കിൽ ഹി മസ്റ്റ് ഡീകോഡ് ഇറ്റ്. അദ്ദേഹത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് പറയുന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കണം. ദാറ്റ് മീൻസ് ആ കോഡിനെ അണ്ടർസ്റ്റാൻഡബിൾ ഫോമിലേക്ക് മാറ്റാൻ സാധിക്കണം. അണ്ടർസ്റ്റാൻഡബിൾ ഫോമിലേക്ക് മാറിക്കഴിഞ്ഞാൽ റിസീവറിൽ എത്തി. സോ ഫസ്റ്റ് ലെവൽ ഇവിടെ കഴിഞ്ഞു. നമ്മൾ പറഞ്ഞു 2 വേ ആണെന്ന്. സോ ഫസ്റ്റ് ലെവൽ ഇവിടെ കഴിയുന്നു. അതിനുശേഷം ദെൻ ഈ പറയുന്ന റിസീവറുടെ ഫീഡ്ബാക്ക് സെയിം രീതിയിൽ തന്നെ അദ്ദേഹത്തിന് അതിനൊരു മറുപടി പറയാനുണ്ടാവും. അത് അദ്ദേഹത്തിൻ്റെ മെസ്സേജാണ്. ആ മെസ്സേജിനെ അദ്ദേഹം ലാംഗ്വേജിലേക്കോ കോഡിലേക്കോ കൺവേർട്ട് ചെയ്യുന്നു. ലാംഗ്വേജ് മീൻസ് ഇറ്റ്സ് എ കോഡ്. സോ അത്തരത്തിലൊരു കോഡഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ എൻകോഡിംഗ് എന്ന് പറയും. ദെൻ കോഡ് ആക്കിയതിന് ശേഷം again he will use a medium like telephone. അതിനുശേഷം ഡീകോഡ് ചെയ്യുന്നു. മീൻസ് സെൻഡറിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ പറയുന്ന മീഡിയത്തിലൂടെ വന്ന മെസ്സേജ് എന്താണെന്ന് സെൻഡർ മനസ്സിലാക്കണം. സോ അദ്ദേഹം അത് ഡീകോഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എൻഡ് ചെയ്യുന്നത്. സോ വിത്തൗട്ട് ഫീഡ്ബാക്ക്
അതായത് ഒരു വൺ വേ ചാനലിലൂടെ കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും നടക്കില്ല. ഇവിടെ തൊട്ട് ഇവിടെ വരെ വരുന്ന ഒരു പ്രോസസ്സ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് അല്ല, ഇൻകംപ്ലീറ്റ് ആണ്. ഈ ഒരു പ്രോസസ്സിന് റെസ്പോൺസ് കിട്ടിയാൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയതായിട്ട് നമുക്ക് പറയാൻ പറ്റൂ. സോ നമ്മൾ ആ സ്റ്റെപ്സ് നോക്കുകയാണെങ്കിൽ സെൻഡർ ഹാസ് എൻ ഐഡിയ. ഫസ്റ്റ് ലെവലിൽ സെൻഡറിന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. സെൻഡർ അതിനുശേഷം ഈ ഐഡിയയെ എൻകോഡ് ചെയ്യുന്നു. എൻകോഡ് ചെയ്തതിന് ശേഷം ഈ എൻകോഡഡ് മെസ്സേജിനെ അദ്ദേഹം ഒരു മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം റിസീവർക്ക് ഈ മെസ്സേജ് കിട്ടുമ്പോൾ അദ്ദേഹം അത് ഡീകോഡ് ചെയ്യുന്നു. ഡീകോഡ് ചെയ്തതിന് ശേഷം ഇതേ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് റിസീവർ ഫീഡ്ബാക്ക് കൊടുക്കുന്നു. സോ ഫീഡ്ബാക്ക് മീൻസ് ദി സെയിം പ്രോസസ്. സെൻഡറിൽ നിന്നും റിസീവർ വരെ എത്തിയ അതേ പ്രോസസ്സ് തന്നെയാണ് ഫീഡ്ബാക്കിലും വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എനി ഡൗട്ട്സ്? Okay. Next, now let's see different types of communication. Different types. So broadly നമുക്ക് കമ്മ്യൂണിക്കേഷനെ ആദ്യമായിട്ട് കാറ്റഗറൈസ് ചെയ്യാവുന്നത് ബേസ്ഡ് ഓൺ whom the message is addressed. ആർക്കാണ് മെസ്സേജ് അയച്ചത് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേഷനെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സിൽ കാറ്റഗറൈസ് ചെയ്യാം. അതിലൊന്നാമത്തെ ടൈപ്പാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇൻട്രാപേഴ്സണൽ മീൻസ് ഇറ്റ് ഈസ് ടോക്കിംഗ് ടു വൺ സെൽഫ്. നമ്മൾ ചില സമയത്ത് സ്വന്തമായിട്ട് സംസാരിക്കാറല്ലേ, സ്വയം നമ്മളുടെ മനസ്സിലുള്ള ഐഡിയാസ് നമ്മൾ സ്വന്തമായിട്ട് ചിന്തിക്കുക, സ്വന്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതിനെയാണ് ആക്ച്വലി ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ നമ്മുടെ മനസ്സിൽ സ്വന്തമായിട്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ അത് ഓപ്പൺലി എക്സ്പോസ് ചെയ്യാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഉറക്കെ തന്നെ സംസാരിക്കാറുണ്ട്. ആരോടും നമ്മളൊരു സെക്കൻഡ് പേഴ്സൺ ഉണ്ടാവില്ല, സ്വയം സംസാരിക്കുന്നതാകാം. ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ആക്ച്വലി ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആർ സോളിലോക്കസ്. സോളിലോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വയം സംസാരിക്കുന്നതാണ്. സോളിലോക്കസ് എന്ന് പറഞ്ഞാൽ പല സാഹചര്യങ്ങളിലും നമ്മൾ ആലോചിച്ച കാര്യങ്ങൾ അറിയാതെ തന്നെ പുറത്തു വരും. സ്വന്തമായിട്ട് ചിന്തിക്കുക എന്ന് പറയുന്ന, സ്വന്തമായിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിച്ചു പോകുന്ന ചില സാഹചര്യങ്ങൾ. ദെൻ അസൈഡ് ഇൻ ഡ്രാമാറ്റിക് വർക്ക്സ്. ആക്ച്വലി സോളിലോക്കസ് കൂടുതലായിട്ട് വരുന്ന നാടകങ്ങളിലാണ്. നാടകങ്ങളിൽ നമ്മൾ ഉറക്കെ നമ്മൾ എന്താണ് ആലോചിക്കുന്നത് എന്നുള്ളത് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടായിരിക്കും ആലോചിക്കുന്നത്. അത്തരത്തിലുള്ള സിറ്റുവേഷനെയാണ് നമ്മൾ സോളിലോക്കസ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള സെൽഫ് കമ്മ്യൂണിക്കേഷൻ, നമ്മളോട് തന്നെ സംസാരിക്കുന്നതിനെയാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഇന്റർപേഴ്സണൽ ആണ്. ഇന്റർപേഴ്സണൽ മീൻസ് വി ആർ ടെലിംഗ് സംതിങ് ടു സമൺ എൽസ്. സാധാരണ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു സെൻറ്ററും ഉണ്ടായിരിക്കും, ദെൻ ഒരു റിസീവറും ഉണ്ടായിരിക്കും. സോ ഇറ്റ് ഈസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് മെസ്സേജസ് ബിറ്റ്വീൻ ടു പേഴ്സൺസ്. രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള മെസ്സേജ് ട്രാൻസ്ഫർ ആണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഫോർ എക്സാമ്പിൾ എ കോൺവെർസേഷൻ, ഡയലോഗ് ഓർ ഇന്റർവ്യൂ ഇൻ വിച്ച് ടു പേഴ്സൺസ് ഇന്ററാക്ട് is called interpersonal communication. രണ്ട് പേഴ്സൺസ് വരുന്ന ഏതൊരു സിനാരിയോയും, ഒരു ഇന്റർവ്യൂ ആകാം, അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് കോൺവെർസേഷൻ ആകാം, ഒരു ഡയലോഗ് ബിറ്റ്വീൻ ടു പേഴ്സൺസ് ആകാം. ഇവിടെയൊക്കെ രണ്ട് ഇൻഡിവിജ്വൽസ് പരസ്പരം സംസാരിക്കുകയാണ്. ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ an author communicates interpersonally with his reader. സോ ഒരു റൈറ്റിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്, ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അല്ല. അവിടെ ഒരു മിസ്റ്റേക്ക് വരരുത്. ഇപ്പോൾ ഒരു ഓഥർ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നു. ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് അദ്ദേഹം വേറൊരാൾക്ക് വേണ്ടിയാണ്. അത് അദ്ദേഹം വായിക്കുമ്പോൾ, സെക്കൻഡ് പേഴ്സൺ വായിക്കുമ്പോൾ ആക്ച്വലി എഴുതിയ ആളുടെ ഐഡിയ സെക്കൻഡ് പേഴ്സണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്. സോ ഇവിടെ വരുന്നത് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്, ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അല്ല. ഓക്കെ, ദെൻ ലൈക്ക് എ ലെറ്റർ or a book, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന് എക്സാമ്പിൾ ആണ്. തേർഡ് ടൈപ്പ് ബേസ്ഡ് ഓൺ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബേസ്ഡ് ഓൺ whom the message is addressed. ആർക്ക് വേണ്ടിയാണോ മെസ്സേജ് അയച്ചത് ആ രീതിയിൽ. സോ സെൻഡർ റിസീവർ എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷനെ നാലായിട്ട് കാറ്റഗറൈസ് ചെയ്യാം, നാലായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിലാദ്യത്തെ ടൈപ്പ് ആയിരുന്നു ഇൻട്രാപേഴ്സണൽ. മീൻസ് അവിടെ ഒരു സെക്കൻഡ് പാർട്ടി ഇല്ല, സെൻഡർ തന്നെയാണ് മെസ്സേജിന്റെ റിസീവർ. ഓക്കെ, അതിനെയാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു.
രണ്ടാമത്തെ ടൈപ്പാണ് ഇന്റർപേഴ്സണൽ. ഇവിടെ ഒരു സെൻറ്റർ ഉണ്ട്, ദെൻ ദർ ഈസ് അനദർ പേഴ്സൺ, അദ്ദേഹമായിരിക്കും നമ്മളുടെ മെസ്സേജ് വായിക്കുന്നത്. മൂന്നാമത്തെ ടൈപ്പ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ക്യാൻ ബി എമംഗ് സ്മോൾ ഓർ ലാർജ് ഗ്രൂപ്പ്സ് like an organization, club or classroom in which all individuals retain their individual identity. എല്ലാ ഇൻഡിവിജ്വൽസും ആക്ച്വലി അവരവരുടെ കാര്യങ്ങൾ അവരവർക്ക് എന്താണോ പറയാനുള്ളത് അത് അറിയിക്കുന്ന രീതിയിൽ ചെറിയൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിളാണ്. ഓക്കെ, ഇവിടെ ഗ്രൂപ്പിലുള്ള ഓരോ ഇൻഡിവിജ്വൽക്കും അവരവരുടേതായ ഐഡന്റിറ്റി ഉണ്ട്. അതനുസരിച്ച് അവർ ഓരോരുത്തർക്കും പരസ്പരം സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ നോർമലി സംഭവിക്കുന്നത് ഒരു ഓർഗനൈസേഷനിൽ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ക്ലബ് ആക്ടിവിറ്റി, അല്ലെങ്കിൽ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. അതൊരു മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിൽ പോകരുത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് കമ്മ്യൂണിക്കേഷൻ നോർമലി സംഭവിക്കുന്നത് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിലാണ്. വെറസ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റുഡൻസും നമ്മളോട് റെസ്പോണ്ട് ചെയ്യണം. അത്തരത്തിലുള്ള നമ്മളെ സംബന്ധിച്ച് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും സിഗ്നിഫിക്കൻറ്റ്. അതുകൊണ്ട് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് അറിഞ്ഞിരിക്കുക. അതിനുള്ള റീസൺ ആണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഒരു കാര്യം ക്ലാസ് റൂമിൽ പോയി പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ അല്ല. അവിടെ നിന്നും സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നും ഫീഡ്ബാക്കും കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കണം. അത്തരത്തിലുള്ള ഫീഡ്ബാക്ക് കിട്ടണമെങ്കിൽ അതൊരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈപ്പ് mass communication. It occurs when the message is sent to a large group of people. For example, ഒരു ന്യൂസ് പേപ്പർ വഴിയുള്ള ഒരു മെസ്സേജ്, അല്ലെങ്കിൽ ഒരു റേഡിയോ, ഒരു ടെലിവിഷൻ. ഇതനുസരിച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇൻഫർമേഷൻ കൊടുക്കുന്നു. ഈ പറയുന്ന ന്യൂസോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ലാർജ് നമ്പർ ഓഫ് ഓഡിയൻസിലേക്കാണ് പോകുന്നത്. ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് പ്രോസസ് ഈച്ച് പേഴ്സൺസ് ബിക്കം a faceless individual with almost no opportunity for personal feedback or feedback. So mass communication ന്റെ ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സീറോ ആണ്. കംപ്ലീറ്റ്ലി സീറോ ആണെന്നല്ല, ഓൾമോസ്റ്റ് സീറോ ആണ്. ബിക്കോസ് ഓരോ ഇൻഡിവിജ്വലിനും അവരവരുടേതായ ലെവലിൽ ഫീഡ്ബാക്ക് തരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാസ് കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവില്ല. ഓക്കെ, സോ ദിസ് ആർ ദി ഫസ്റ്റ് കാറ്റഗറി. നമ്മൾ പറഞ്ഞത് ബേസ്ഡ് ഓൺ ഹും ദി മെസ്സേജ് ഈസ് അഡ്രസ്ഡ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട്, ആർക്കാണ് മെസ്സേജ് അയച്ചത് എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, 4 ടൈപ്പിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. രണ്ടാമത്തെ ഡിവിഷൻ ബേസ്ഡ് ഓൺ ദി മീഡിയം എംപ്ലോയ്ഡ്. ഓക്കെ, ഏത് മീഡിയമാണ് ഉപയോഗിച്ചതെന്നുള്ള ബേസിൽ നമുക്ക് കമ്മ്യൂണിക്കേഷനെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ഈസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് ബൈ യൂസിങ് വേർഡ്സ്. വേർഡ്സ് എന്ന് പറയുമ്പോൾ റിട്ടൺ വേർഡ്സ് ആകാം, അല്ലെങ്കിൽ ഓറൽ വേർഡ്സ് ആകാം. എവിടെയെങ്കിലും നമ്മൾ വേർഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ബിക്കോസ് ഞാൻ ഒരു ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട്, ഒരു വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ വെർബൽ കമ്മ്യൂണിക്കേഷൻ കൺസിസ്റ്റ് ഓഫ് സ്പീക്കിംഗ്, ലിസണിങ്, റൈറ്റിംഗ്, റീഡിംഗ് ഓർ തിങ്കിങ്. ഈ പറയുന്ന എല്ലാ ആക്ടിവിറ്റീസും, സ്പീക്കിംഗ് ഉണ്ട്, ലിസണിംഗ് ഉണ്ട്, റൈറ്റിംഗ്, റീഡിംഗ് ആൻഡ് തിങ്കിങ്, ഇത്രയും ആക്ടിവിറ്റീസ് വരുന്ന ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മേ ഫർദർ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഓറൽ ഓർ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഓറൽ മീൻസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. റിട്ടൺ മീൻസ് ഒരു ലെറ്റർ എഴുതിയിട്ട് പാസ് ചെയ്യുന്നു. സോ ഇത്തരത്തിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് രണ്ടായിട്ട് വീണ്ടും കാറ്റഗറൈസ് ചെയ്യാം. വെർബൽ കമ്മ്യൂണിക്കേഷൻ മേ ബി ഓറൽ കമ്മ്യൂണിക്കേഷൻ ഓർ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. അടുത്ത ടൈപ്പ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് ഇവിടെ നമ്മളൊരു ലാംഗ്വേജ് ഉപയോഗിക്കുന്നില്ല, വേർഡ്സ് ഉപയോഗിക്കുന്നില്ല. ഇൻസ്റ്റെഡ് പിക്ചേഴ്സോ സൈൻസോ ഗെസ്റ്റേഴ്സോ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ഐഡിയ മറ്റൊരു ഇൻഡിവിജ്വലിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ വെർബൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് വെർബ്സ് ഉപയോഗിക്കുന്നുണ്ട്, വേർഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. വെറസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ വേർഡ്സ് ഉപയോഗിക്കുന്നില്ല, പകരം ഗെസ്റ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പിക്ചേഴ്സ് ആയിരിക്കാം, ഓർ സൈൻ സംതിങ്, നമ്മൾ സൈൻ ലാംഗ്വേജ് പറയുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇത് ഉപയോഗിച്ചുകൊണ്ട് സെക്കൻഡ് പാർട്ടിയിലേക്ക് ഒരു ഐഡിയ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത്
It is done when done through sign language, action language, or object language. Non-verbal communication flows through all acts of speaking and writing. So ഇവിടെ സൈൻ ലാംഗ്വേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വെർബൽ ഫോമിൽ, നോൺ വെർബൽ ഫോമിലുള്ള ഏത് വേ വേണമെങ്കിലും ഉപയോഗിക്കാം. വേർഡ്ലെസ് കമ്മ്യൂണിക്കേഷനകത്ത് വരാവുന്നത് ഗെസ്റ്റർ വരാം, ലൈക്ക് സൈൻ, അല്ലെങ്കിൽ മൂവ്മെന്റ് വരാം, ആക്ഷൻസ് കാണിച്ചുകൊണ്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ലാംഗ്വേജ്, പിക്ചറോ ക്ലോത്തോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒബ്ജക്റ്റ് കാണിച്ചുകൊണ്ട് മനസ്സിലാക്കുക. ആൻഡ് ആ രീതിയിൽ പല വേയിലുമുള്ള കമ്മ്യൂണിക്കേഷൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് ഉദാഹരണങ്ങളാണ്. Then further non-verbal communication can be identified by personal space, sense of smell or time. ഒരു തമ്മിലുള്ള ഡിസ്റ്റൻസ് വെച്ചുകൊണ്ട് ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണൽ സ്പേസിനകത്ത് വരുവാണെങ്കിൽ അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ബൗണ്ടറി ഉണ്ട്. അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ സ്മെല്ല് വെച്ചുള്ള കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ടൈം ഉപയോഗിച്ചുകൊണ്ടുള്ള, സമയം കാണിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ പല രീതിയിലും വേർ എ ലാംഗ്വേജ് ഓർ വേർഡ് ഈസ് നോട്ട് യൂസ്ഡ്, അങ്ങനെയുള്ള ഏതൊരു സിറ്റുവേഷനിലുള്ള കമ്മ്യൂണിക്കേഷനും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? വെർബൽ ആൻഡ് നോൺ വെർബൽ. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ഈസ് മീറ്റാ കമ്മ്യൂണിക്കേഷൻ. മീറ്റാ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ here the speaker's voice, choice of words unintentionally communicates something more than what the actual word states. നമ്മൾ പറയില്ല, സാധാരണഗതിയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചതിൽ കൂടുതൽ പറയാം, അല്ലെങ്കിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വേർഡ്സ് കൊണ്ട് തന്നെ ഇന്നർ മീനിങ് ആയിട്ട് വേറെയും കുറെ കാര്യങ്ങൾ വരിക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഐ ഹാവ് നെവർ സീൻ യു സോ സ്മാർട്ട്ലി ഡ്രസ്ഡ്. ഇത്രയും നല്ലവണ്ണം ഡ്രസ്സ് ധരിച്ച് നിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതൊരു പുകഴ്ത്തലാണ്. അറ്റ് ദ സെയിം ടൈം ഇതിലൊരു ഇന്നർ മീനിങ് കൂടിയുണ്ട്, ഇതുവരെ നീ ധരിച്ചിരുന്ന ഡ്രസ്സിങ് ഒക്കെ വളരെ മോശമായിരുന്നു എന്ന്. സോ ഡയറക്റ്റ്ലി പറഞ്ഞതിനേക്കാൾ കൂടുതൽ മീനിങ് അതേ വേർഡ്സിന് വരുവാണെങ്കിൽ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് മെറ്റാ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നോക്കുക, ഫോർ എക്സാമ്പിൾ ഒരു ഫ്ലാറ്ററിങ് ആണ്, വേറെ ഐ ഹാവ് നെവർ സീൻ യു സോ സ്മാർട്ട്ലി ഡ്രസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു അർത്ഥവും കൂടി വരുന്നുണ്ട്. കുഡ് ഓൾസോ മീൻ ദാറ്റ് ദി റെഗുലർ അറ്റയർ ഓഫ് ദി ലിസണർ നീഡഡ് ഇംപ്രൂവ്മെന്റ്. സാധാരണ ധരിക്കുന്ന രീതിക്ക് മാറ്റം വരുത്തേണ്ടതാണ് എന്നുള്ളൊരു അർത്ഥം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള ഇന്നർ മീനിങ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ മെറ്റാ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഇസ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോൾ ഒഫീഷ്യൽ ലൈൻസ് ഓഫ് കമാൻഡിൽ, അല്ലെങ്കിൽ ഒരു സ്കാലർ ചെയിൻ എന്നുള്ള രീതിയിൽ ടോപ്പ് ലെവലിൽ നിന്നും ലോവർ ലെവൽ വരെയുള്ള അതോറിറ്റി തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അതിനെയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഇതിനൊരു എക്സാമ്പിൾ ആണ്. എ ഫോർമൽ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ that is formally controlled by managers or people occupying in the position of an organization. ഒരു ഓർഗനൈസേഷനകത്ത് ഇൻഡിവിജ്വൽസ്, മാനേജീരിയൽ ലെവൽസിലുള്ള ഇൻഡിവിജ്വൽസ് കൺട്രോൾ ചെയ്യുന്ന, അതായത് ഒരു ടോപ്പ് ലെവൽ തൊട്ട് ലോവർ ലെവൽ വരെ വരുന്ന ഇൻഡിവിജ്വൽസിന്റെ ചെയിൻ, അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഒഫീഷ്യൽ ലൈൻസിലായിരിക്കും. ഇറ്റ് വിൽ ബി കൺട്രോൾഡ് ബൈ ഒഫീഷ്യൽസ്. ഓർഗനൈസേഷനിലെ സീനിയർ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ടോപ്പ് പൊസിഷനിൽ വരുന്ന ടോപ്പ് മാനേജ്മെന്റ് കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് എൻഷുവേഴ്സ് ദി ഇൻഫർമേഷൻ ഫ്ലോസ് ഓർഡർലി, ടൈംലി, it ensures the information flow orderly, timely and accurately. ഒരു ഓർഗനൈസേഷനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ കൃത്യസമയത്ത് ഫ്ലോ ചെയ്യുന്നുണ്ട്, കൃത്യസമയത്ത് സെക്കൻഡ് പാർട്ടിയിലേക്ക് എത്തുന്നുണ്ട്, ഓർഡർലി മാനറിലാണ് എത്തുന്നത്, റൈറ്റ് ടൈമിൽ റൈറ്റ് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ബേസിക്കലി ഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ പ്രധാന എയിംസ്. ദെൻ എനി ഇൻഫർമേഷൻ, ഡിസിഷൻ, മെമ്മോ, റിമൈൻഡർ വിൽ ഫോളോ ദിസ് പാത്ത്. ഒരു ഓർഗനൈസേഷനകത്തൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക, നോട്ടീസ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുത്ത് എല്ലാവരെയും അറിയിക്കുക, അല്ലെങ്കിൽ ഒരു മെമ്മോ കൊടുക്കുക, തുടങ്ങിയിട്ടുള്ള ഏതൊരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഏതൊരു ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആയാലും അത് ഫോളോ ചെയ്യുന്നത് ഇത്തരത്തിലൊരു പാത്തായിരിക്കും.
അതിനെയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വേറസ് there's another one, it's called informal communication. ഓർഗനൈസേഷണൽ ലൈനകത്ത് ഉള്ള ഇൻഫോർമൽ മീൻസ് ഒഫീഷ്യൽ ലൈൻസിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാത്ത കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ side by side with the formal channel of communication, every organization has the equally effective channel of communication, that is called informal communication. As we said, ഓർഗനൈസേഷനകത്ത് ഒരു ഫോർമൽ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ടോപ്പ് ലെവലിൽ നിന്നും ലോവർ ലെവൽ വരെ വരുന്ന ഒരു ഫോർമൽ ലൈൻ. ഈ ഫോർമൽ ലൈനിന്റെ ഒപ്പം തന്നെ ഫ്രണ്ട് സർക്കിൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആകാം, അല്ലെങ്കിൽ അവരുടെ ടീംമേറ്റ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആകാം. ഇവിടെ ഫോർമൽ ലൈൻ ഫോളോ ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഒഫീഷ്യലി സാങ്ഷൻഡ് ആൻഡ് ക്വൈറ്റ് ഓഫൻ ഇറ്റ് ഈസ് ഈവൻ ഡിസ്കറേജ്ഡ് ഓർ ലുക്ക് ഡൗൺ അപ്പോൺ. സോ നോർമലി ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഒഫീഷ്യലി സാങ്ഷൻ ചെയ്യപ്പെടാറില്ല. ഹലോ, ഓക്കെ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെ പ്രൊമോട്ട് ചെയ്യാറില്ല. പക്ഷേ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഒരേപോലെ കൊണ്ടുപോകുന്നതാണ് കമ്പനീസിന് എപ്പോഴും നല്ലത്. ഓക്കെ, ബിക്കോസ് ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ കമ്പനീസിന് നിലനിൽക്കാൻ സാധിക്കൂ. ആ ബെറ്റർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എംപ്ലോയിയുടെ ഇൻവോൾവ്മെന്റോട് കൂടിയാണ്. എംപ്ലോയി ഇൻവോൾവ് ആകണമെങ്കിൽ മോട്ടിവേഷൻ വേണം. അത്തരത്തിലുള്ള മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, മോട്ടിവേഷൻ വരണമെങ്കിൽ അവരുടെ വർക്കിംഗ് എൻവയോൺമെന്റ് നല്ലതായിരിക്കണം. ഓക്കെ, സോ അതൊക്കെയാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫറെൻറ്റ് ലെവൽസിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ്. സോ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെ നമുക്ക് പല രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ഈസ് ചെയിൻ ടൈപ്പ്. ചെയിൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഫ്ലോ വരുന്നത് ഒരേ ലെവലിലായിരിക്കും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ബിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ദെൻ ബി സിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, സി ഡിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ പോവുകയാണെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ മറ്റൊരു ഇൻഡിവിജ്വലോട് മാത്രം കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നു, അതിനുശേഷം സെക്കൻഡ് ഇൻഡിവിജ്വൽ തേർഡ് ഇൻഡിവിജ്വലിലേക്ക് പാസ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ചെയിൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് there is a gossip chain. ഗോസിപ്പ് ചെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻഡിവിജ്വൽ തന്നെ ഒരുപാട് ആളുകളുടെ അടുത്ത് കാര്യങ്ങൾ പോയി പറയുന്നു. ഓക്കെ, ഒരു ഇൻഡിവിജ്വൽ ഒരുപാട് ആളുകളുടെ അടുത്ത് സെയിം ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. ഇതിനെയാണ് ഗോസിപ്പ് ചെയിൻ എന്ന് പറയുന്നത്. ദെൻ പ്രോബബിലിറ്റി ചെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻഡിവിജ്വൽ 2-3 പേരോട് പറയുന്നു, ദെൻ അവർ പറഞ്ഞതിൽ ചില ആളുകൾ പറയില്ല, ചില ആളുകൾ വീണ്ടും 2-3 പേരോട് ഇത് പാസ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് പ്രോബബിലിറ്റി ചെയിൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടൈപ്പ് ക്ലസ്റ്റർ ചെയിൻ ആണ്. അതായത് there will be different clusters. അതായത് എ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കുന്നു 3 പേരുടെ, സി ഡി എഫ് 3 പേരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ദെൻ എഫ് എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ രണ്ടാമതൊരു ക്ലസ്റ്റർ ഉണ്ടാക്കുന്നു, ബി ആൻഡ് ഐ. അത്തരത്തിൽ ബി എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ വീണ്ടും ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കുന്നു. സോ ഒരു ഇൻഡിവിജ്വൽ ഒരു ചെറിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിൽ നിന്നും മറ്റൊരു ഇൻഡിവിജ്വൽ വേറെ ചെറിയൊരു ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നു. അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നതെങ്കിൽ അതിനെയാണ് ക്ലസ്റ്റർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ഏതൊരു ഇൻഫോർമൽ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനെയും അല്ലെങ്കിൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനെയും മൊത്തമായിട്ട് വിളിക്കുന്ന പേരാണ് ഗ്രേ പോയിൻ. ഓക്കെ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിന്റെ കോമൺ നെയിം അതാണ് ഗ്രേ പോയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഗ്രേ പോയിൻ തന്നെ പല രീതിയിലാകാം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ ഈസ് ചെയിൻ ടൈപ്പ്. ചെയിൻ ടൈപ്പ് ആണെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ സെക്കൻഡ് പാർട്ടിയോട്, സെക്കൻഡ് പാർട്ടി തേർഡ് പാർട്ടിയോട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ചെയിൻ ടൈപ്പ്. രണ്ടാമത്തത് ഗോസിപ്പ് ചെയിൻ ആണ്. ഗോസിപ്പ് ചെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻഡിവിജ്വൽ തന്നെ പല ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പ്രോബബിലിറ്റി ചെയിൻ ആദ്യം ഒരു ഇൻഡിവിജ്വൽ 2-3 പേരോട് സംസാരിക്കുന്നു, അവരിൽ ചില ആൾക്കാർ മറ്റു ചിലരോട് സംസാരിക്കുന്നു, കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. അതാണ് പ്രോബബിലിറ്റി ചെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെറസ് ക്ലസ്റ്റർ ചെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻഡിവിജ്വലിന് അയാൾക്ക് ചുറ്റും ഒരു ക്ലസ്റ്റർ ഉണ്ടാവും, ഒരു ടീം ഓഫ് ഇൻഡിവിജ്വൽസ്. ആ ടീം ഓഫ് ഇൻഡിവിജ്വൽസിന്റെ ഒരു ഇൻഡിവിജ്വൽ വീണ്ടും മറ്റൊരു ക്ലസ്റ്റർ ഉണ്ടാക്കി സംസാരിക്കുന്നു. അത്തരത്തിൽ ക്ലസ്റ്ററുകളായിട്ടാണ് ഫോം ചെയ്യപ്പെടുന്നതെങ്കിൽ അതിനെയാണ് ക്ലസ്റ്റർ ഗ്രേ പോയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മെറ്റാ കമ്മ്യൂണിക്കേഷൻ മൂന്നും ഓക്കെയാണ്. ഫൈൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സിൽ വരുന്നതാണ്. ഒന്ന് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ.
മീൻസ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ടോപ്പ് മാനേജർ, ടോപ്പ് ലെവലിൽ വരുന്ന ഇൻഡിവിജ്വൽ, ടോപ്പ് മാനേജ്മെന്റിൽ വരുന്നതാണ് MD. അദ്ദേഹത്തിൻ്റെ താഴെ വരുന്ന മാനേജേഴ്സിനോട് സംസാരിക്കുന്നു. ആ മാനേജേഴ്സ് ലോവർ ലെവൽ എംപ്ലോയീസിന് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വെറസ് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, ലോവർ ലെവലിലുള്ള ഇൻഡിവിജ്വൽ ടോപ്പിലേക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തുവാണെങ്കിൽ അതിനെയാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Okay, so the communication that flows from the top to bottom is called downward communication. So any organization has an inbuilt hierarchical system that we know. നമ്മൾ പറഞ്ഞില്ലേ ഒഫീഷ്യൽ ലൈൻസ് ഉണ്ടെന്ന്. ഏറ്റവും ടോപ്പിൽ ഒരു ഇൻഡിവിജ്വൽ വരും, അതിൻ്റെ താഴെ മറ്റൊരു ഇൻഡിവിജ്വൽ. ആ ഒരു ഒഫീഷ്യൽ ലൈൻസിൽ ഏറ്റവും ടോപ്പിൽ നിന്നും ലോവർ ലെവലിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വെറസ് ആ ഒരു ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏറ്റവും ലോവർ ലെവൽ ഇൻഡിവിജ്വൽസിന്റെ കാര്യങ്ങൾ മുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഡൗൺവേർഡിൽ വരുന്നത് ഇൻസ്ട്രക്ഷൻസും നോട്ടീസസും ഒക്കെ ആയിരിക്കും. അപ്വേർഡിൽ വരുന്നത് അവരുടെ സാലറി ഹൈക്ക് പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ഈസ് ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ. ലാറ്ററൽ മീൻസ് സെയിം ലെവലിൽ വരുന്ന അതോറിറ്റീസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മതി. എ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ, ബി, സി, ഇവർ മൂന്ന് പേരും സ്കാലാർ ചെയിനിൽ, അതായത് ചെയിൻ ഓഫ് അതോറിറ്റി, ടോപ്പ് ലെവൽ മിഡിൽ ലെവൽ എന്ന് പറഞ്ഞില്ലേ, ആ മിഡിൽ ലെവലിൽ ഒരേ രീതിയിൽ വരുന്ന ഇൻഡിവിജ്വൽസ് ആണ്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷൻ വരുവാണെങ്കിൽ അതാണ് ആക്ച്വലി ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഹൈറാർക്കിയിൽ സെയിം ലെവലിൽ വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ്. വെൻ ദി കമ്മ്യൂണിക്കേഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ 2 or more പേഴ്സൺ who are subordinate working under the same person and those who are working in the same level. So ഒരേ രീതിയിൽ വർക്ക് ചെയ്യുന്നവരും അതേപോലെ ഒരേ ലെവലിൽ വരുന്നതുമായിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഒരു ഇൻഡിവിജ്വലിന്റെ അണ്ടറിൽ വരുന്നു. അതായത് താഴത്തെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഈ എക്സാമ്പിൾ നോക്കൂ. ഈ എക്സാമ്പിളിൽ ഒരു ടോപ്പ് ഇൻഡിവിജ്വൽ വരുന്നുണ്ട്, അതിൻ്റെ താഴെ വരുന്ന ഒരു ഇൻഡിവിജ്വൽ, ഇദ്ദേഹത്തിൻ്റെ താഴെയാണ് ഈ 4 പേര് വരുന്നത്. ഈ 4 പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷൻ വരുവാണെങ്കിൽ ആ കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓർ എൽസ് യു ക്യാൻ സേ ഈ പറയുന്ന 3 പേര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അതും ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്, സെയിം ലെവലിലുള്ള അതോറിറ്റീസ്. സോ ഇറ്റ് ഈസ് കോൾഡ് ലാറ്ററൽ ഓർ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. എ ഗുഡ് എക്സാമ്പിൾ ഓഫ് ദിസ് കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് ദാറ്റ് ബിറ്റ്വീൻ ഫങ്ഷണൽ മാനേജേഴ്സ്, പ്രൊഡക്ഷൻ മാനേജേഴ്സും സെയിൽസ് മാനേജേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ സെയിൽസ് മാനേജറും ഹ്യൂമൻ റിസോഴ്സ് മാനേജറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. ഇതെല്ലാം കമ്പനിക്ക് അകത്ത് വരുന്നതാണ്. സോ ബിസിനസ് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏരിയാസ് ആണ്. അടുത്തതായിട്ട് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈറാർക്കി വയലേറ്റ് ചെയ്തുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. സോ ഡയഗണൽ ഓർ ക്രോസ് വൈസ് കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ് ദി ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ എമംഗ് പേഴ്സൺസ് അറ്റ് ഡിഫറെന്റ് ലെവൽസ്. ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മതി. അതായത് ഈ എക്സാമ്പിളിൽ ഈ വരുന്ന ലെവലിലുള്ള 1-2 പേർ, ഈ ഇൻഡിവിജ്വൽ ഡയറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഹൈറാർക്കിയിൽ ഇല്ലാത്ത മറ്റൊരു ഇൻഡിവിജ്വലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ലാസ്റ്റ് വരുന്ന നിങ്ങൾക്ക് കാണാവുന്ന ഇതാണ്. സോ ഈ ഗ്രൂപ്പിൽ നിന്നും ഒരു ഇൻഡിവിജ്വൽ അദ്ദേഹത്തിന്റെ സീനിയർ അല്ലാത്ത മറ്റൊരു ഇൻഡിവിജ്വലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ഡയഗണൽ ഓർ ക്രോസ് വൈസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഓർക്കേണ്ടത് ഡിഫറെന്റ് ലെവൽസ് ആയിരിക്കണം. ആ ഡിഫറെന്റ് ലെവലിൽ വരുന്ന ഇൻഡിവിജ്വൽസ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇവർ തമ്മിൽ യാതൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പും ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Then this kind of communication is used to speed up information flow, to improve understanding and coordinate efforts for achievement of organizational goals. ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പല റീജിയനിലുള്ള ആൾക്കാർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. സോ ഫോർമൽ ലൈൻസ് വിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് ആക്ച്വലി ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയുമാണ് ഡിഫറെന്റ് ടൈപ്സ്. ഏതെങ്കിലും ടൈപ്പ് രണ്ടാമത് പറയേണ്ടതുണ്ടോ? നമ്മൾ പറഞ്ഞ ഡിഫറെന്റ് ടൈപ്സിനകത്ത് ഏതെങ്കിലും. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷനകത്താണ്. ഇൻട്രാപേഴ്സണൽ, അതിനുശേഷം ഇന്റർപേഴ്സണൽ പറഞ്ഞു, ദെൻ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ, വെർബൽ, നോൺ വെർബൽ,
meta communication, then formal communication, informal communication, downward, upward, lateral, diagonal. ഇത്രയുമാണ് ഡിഫറെൻറ്റ് ടൈപ്സ്. ഡൗട്ട്സ് ഒന്നും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, മൂവിങ് ഓൺ. നെക്സ്റ്റ്, നമ്മുടെ സിലബസ് പ്രകാരം പറഞ്ഞുകൊണ്ട് മാത്രം പറയുകയാണ്, അല്ലാതെ ഈ വരുന്ന ഏരിയയ്ക്ക് യാതൊരു റെലവൻസും ഇല്ല. ഫീച്ചേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ യാതൊരു ചാൻസസും ഇല്ല. ഇവിടെ വരുന്ന ഫീച്ചേഴ്സ് എന്ന് ആലോചിക്കേണ്ടത്, ഇറ്റ് ഇൻവോൾവ്സ് 2 പേഴ്സൺസ്. ഇൻട്രാ പേഴ്സണൽ ആണെങ്കിൽ അങ്ങനെയല്ല, അല്ലാത്ത സിറ്റുവേഷനിലെല്ലാം 2 ഇൻഡിവിജ്വൽസ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. ദെൻ മെസ്സേജ് ഇസ് എ മസ്റ്റ്, ഒരു പാസ് ചെയ്യേണ്ട ഒരു മെസ്സേജ് ഉണ്ട്. ദെൻ കമ്മ്യൂണിക്കേഷൻ മേ ബി റിട്ടൺ, ഓറൽ ഓർ ഗെസ്റ്ററൽ. റിട്ടൺ ആകാം, ഓറൽ ആകാം, ഗെസ്റ്ററൽ ആകാം. ദെൻ കമ്മ്യൂണിക്കേഷൻ ഈസ് എ 2-way പ്രോസസ്. അതെപ്പോഴും ഓർത്തേക്കുക, ഇതൊരു 1-way പ്രോസസ് അല്ല. ഫീഡ്ബാക്ക് ഇല്ലാതെ കമ്മ്യൂണിക്കേഷൻ ഇൻകംപ്ലീറ്റ് ആണ്. ദെൻ ഇറ്റ്സ് പ്രൈമറി പർപ്പസ് ഈസ് ടു മോട്ടിവേറ്റ് എ റെസ്പോൺസ്. കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫീഡ്ബാക്ക് ക്രിയേറ്റ് ചെയ്യുക, റെസ്പോൺസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതേപോലെ കമ്മ്യൂണിക്കേഷൻ മേ ബി ഫോർമൽ ഓർ ഇൻഫോർമൽ. ഫോർമൽ ലൈൻസിലുള്ള കമ്മ്യൂണിക്കേഷനും ഉണ്ട്, ഇൻഫോർമൽ ലൈൻസിലുള്ള കമ്മ്യൂണിക്കേഷനും ഉണ്ട്. ദെൻ ഇറ്റ് ഫ്ലോസ് അപ്പ് ആൻഡ് ഡൗൺ ആൻഡ് ഓൾസോ ഫ്രം സൈഡ് ടു സൈഡ്. നമ്മൾ പറഞ്ഞു ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ സൈഡ് ടു സൈഡ് ആണ്. ദെൻ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ലോവർ ലെവലിൽ നിന്നും മുകളിലേക്ക് പോകുന്നു, ഡൗൺവേർഡ് ആണെങ്കിൽ ടോപ്പ് ലെവലിൽ നിന്നും താഴേക്ക് വരുന്നു. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ആർ ദെയർ. ആൻഡ് ഫൈനലി ഇറ്റ് ഇസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദി പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച്. ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നു എന്നുള്ള പ്രോസസ്സിൽ കമ്മ്യൂണിക്കേഷൻ ഇസ് എ മസ്റ്റ്. ഇല്ലാതെ നമുക്ക് ഇൻഫർമേഷൻ മറ്റൊരു പാർട്ടിയിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. സോ ഇവാലുവേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ്നെസ്. കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണുള്ളത്? കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ഫിഡലിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ ഫിഡലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഡിസ്റ്റോർഷൻ ഫ്രീ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പാക്കാം. മീൻസ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇൻ ബിറ്റ്വീൻ നോയ്സ് ഒന്നും വന്നിട്ടില്ല, ഡിസ്റ്റോർഷൻ വരുന്നില്ല, ഫ്രീ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിച്ചിട്ടുണ്ട്, റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആണ്. സോ ഇത്തരത്തിൽ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ്റെ ഇഫക്റ്റീവ്നെസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളതിന് കുറച്ച് ക്രൈറ്റീരിയാസ് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയില്ല. എനിവേ ജസ്റ്റ് ആ ക്രൈറ്റീരിയാസ് മാത്രം ഒന്ന് ഓർക്കുക. രണ്ടാമത്തെ ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത് ഇക്കോണമിയാണ്. ഇക്കോണമി മീൻസ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനർജി ആയാലും ടൈം ആയാലും സിമ്പിൾ ആയാലും അതിനകത്തൊക്കെ മിനിമം സ്പെൻഡ് ചെയ്താൽ മതിയായിരിക്കും. കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എനർജി, അതേപോലെ നമ്മൾ സ്പെൻഡ് ചെയ്ത ടൈം, സിമ്പിൾസ്, അതേപോലെ ക്യൂസ്, ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലും അഡീഷണൽ എഫേർട്ട് നമുക്ക് എടുക്കേണ്ടി വരില്ല. അതിലെല്ലാം ഇക്കോണമിക്കലി നമുക്ക് പോകാൻ സാധിക്കും. മൂന്നാമതായിട്ട് കൺഗ്രുവൻസ്. ആൻഡ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻ്റഗ്രേറ്റ്സ് ബോത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. മീൻസ് നല്ല രീതിയിൽ നമ്മൾ ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വെബ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ നോൺ വെർബൽ ഹാൻഡ് മൂവ്മെൻറ്റ്സ് പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഐ ടു ഐ കോൺടാക്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിളാണ്. സോ നോൺ വെർബലും വെർബലും ഒരുമിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ എഫിഷ്യൻസി കൂട്ടും. അതേപോലെ ഇൻഫ്ലുവൻസ്. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയൻ ഫോർ effectiveness is that influence that the communicator is able to exercise over the receiver. നമ്മൾ എത്രമാത്രം ആ സെക്കൻഡ് പാർട്ടിയിൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിച്ചിട്ടുണ്ട്, എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആ ഇമ്പാക്റ്റ് വെച്ചും അയാൾ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ് വെച്ചിട്ടും നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ ഇഫക്റ്റീവ്നെസ് അളക്കാൻ സാധിക്കും. അതേപോലെ ഫൈനലി റിലേഷൻഷിപ്പ് ബിൽഡിംഗ്. ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ഉണ്ടാക്കിയത്, ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആണ്. ആങ്കർ ഈസ് ആൻ എനിമി ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ആ ഇൻഡിവിജ്വലിൽ നിന്ന് നമുക്ക് ട്രസ്റ്റ് ഗെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആണ്. ആങ്കർ ആണ് റെസ്പോൺസ് എങ്കിൽ എനിമിയാണ്, കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് നടന്നിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. ഓക്കെ, സോ ഇഫക്റ്റീവ്നെസ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ദീസ് ക്രൈറ്റീരിയൻസ്. ജസ്റ്റ് ഒന്ന് വായിച്ചേക്കുക. മൂവിങ് ഓൺ. 7 C's ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. 7 C's എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്നെസ്, കൺസൈസ്നെസ്, കൺസിഡറേഷൻ, ക്ലാരിറ്റി, കോൺക്രീറ്റ്നെസ്, കർട്ടസി ആൻഡ് കറക്റ്റ്നെസ്. കംപ്ലീറ്റ്നെസ്, പാസ് ചെയ്യുന്ന ഇൻഫർമേഷൻ മൊത്തമായിരിക്കണം, അല്ലാതെ ഒരു പാർട്ട് മാത്രം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ഇഫക്റ്റീവ് വേയിൽ കൺവേ ചെയ്യാൻ സാധിക്കില്ല.
സോ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആയിരിക്കണം. ഓക്കെ, ദാറ്റ് മീൻസ് നമുക്ക് ഫീഡ്ബാക്ക് വരെ കിട്ടിയിട്ടുണ്ടാവണം, എന്നാലേ അതിനെ കംപ്ലീറ്റ് എന്ന് വിളിക്കാൻ പറ്റൂ. രണ്ടാമതായിട്ട് കൺസൈസ് ആയിരിക്കണം, കൃത്യമായിട്ടുള്ള എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് തന്നെയായിരിക്കണം കൺവേ ചെയ്യേണ്ടത്. മൂന്നാമതായിട്ട് കൺസിഡറേഷൻ, ആ ഇൻഡിവിജ്വലിൻ്റെ ഈ പറയുന്ന കാര്യങ്ങൾ എത്തണം. ഓക്കെ, നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് ആ ഇൻഡിവിജ്വലിൻ്റെ കൺസിഡറേഷനിലേക്ക് അത് എത്തണം. ആൻഡ് ക്ലാരിറ്റി, ക്ലിയർ ആയിരിക്കണം, വേഗ്നെസ് ഉണ്ടാകാൻ പാടില്ല, വേഗാകാൻ പാടില്ല, ക്ലാരിറ്റി വേണം, ആംബിഗ്വിറ്റി ഉണ്ടാകാൻ പാടില്ല. അതേപോലെ കോൺക്രീറ്റ്നെസ്, നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അതിൽ ഉറച്ചു നിൽക്കണം. ഓക്കെ, ആ ഒരു സബ്ജക്റ്റ് മാറ്റർ എന്താണോ അതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കണം. ആൻഡ് കർട്ടസി, ഒരു കടപ്പാട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. ആൻഡ് ഫൈനലി കറക്റ്റ്നെസ്, കൃത്യത ഉണ്ടായിരിക്കണം. സോ ദിസ് ആർ ദി 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ. നോക്കുക. ദെൻ 4S ഓഫ് കമ്മ്യൂണിക്കേഷൻ, 7 C's പോലെ 4S. എസ് പറയുന്നത് ഷോർട്ട്നെസ്, കൃത്യമായിട്ട് എലാബറേറ്റഡ് അല്ലാതെ കൃത്യമായിട്ട് പോയിന്റ് സെക്കൻഡ് പാർട്ടിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. സെക്കൻഡ്, സിംപ്ലിസിറ്റി, സിമ്പിൾ ആയിരിക്കണം, കോംപ്ലക്സ് വേർഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക കമ്മ്യൂണിക്കേഷൻ ടൈമിൽ. ദെൻ സ്ട്രെങ്ത്, കൃത്യമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുക. ഓക്കെ, സ്ട്രെങ്ത് മീൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം സ്ട്രോങ് ആയിരിക്കണം, ഒരു ഏരിയയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. കോൺക്രീറ്റ്നെസ് ആണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫൈനലി സിൻസിയറിറ്റി, എന്താണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ 100% സിൻസിയർ ആയാൽ മാത്രമേ നമുക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കൂ. ട്രസ്റ്റ് ബിൽഡ് ചെയ്താൽ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആകുക. സോ 4S കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷോർട്ട്നെസ്, സിംപ്ലിസിറ്റി, സ്ട്രെങ്ത് ആൻഡ് സിൻസിയറിറ്റി. ദെൻ വി ആർ മൂവിങ് ഓൺ ടു ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതിനു മുമ്പ് എന്തെങ്കിലും, ഇവിടെയൊന്നും അത്ര ഡീറ്റെയിൽ ഡിസ്കഷൻ ആവശ്യമുള്ള ഏരിയാസ് ആയിരുന്നില്ല. സോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണ്ടതുണ്ടോ? Nothing. Okay. Okay. Then types of communication barriers of effective communication എന്ന് പറയും. സോ എന്തൊക്കെ തടസ്സങ്ങളാണ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട്, എന്തൊക്കെ രീതിയിലുള്ള തടസ്സങ്ങളാണ് വരാൻ സാധ്യതയുള്ളത്? ഫസ്റ്റ് തിങ് ഈസ് സെമാൻറ്റിക് ബാരിയേഴ്സ്. സെമാൻറ്റിക് ബാരിയേഴ്സ് മീൻസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി പ്രോസസ് ഓഫ് കോഡിംഗ് ഓർ ഡീകോഡിംഗ് മെസ്സേജ്. നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ നമ്മളുടെ ഐഡിയയെ കോഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് റിസീവർ ഡീകോഡ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട് വരുന്ന എറേഴ്സ് ആണ് ആക്ച്വലി സെമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. സോ ദർ ആർ വേരിയസ് ടൈപ്സ് ഓഫ് സെമാൻറ്റിക് ഗ്യാപ്സ് ഫൗണ്ട് ഇൻ ഡേ ടു ഡേ യൂസ് ഓഫ് പീപ്പിൾ. ദീസ് ആർ ഫോളോസ്. സോ ഒരുപാട് രീതിയിൽ വരാം. ലൈക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന മെസ്സേജിന് തന്നെ ഒന്നിൽ കൂടുതൽ മീനിങ് വരിക, നമ്മൾ ഉപയോഗിച്ച വേർഡ്സിന് തന്നെ പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന വേർഡ്സ് ശരിയല്ലാതെ പോകുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ യഥാർത്ഥ അർത്ഥം കൺവേ ചെയ്യാത്ത മെസ്സേജുകളാണ് നമ്മൾ അയക്കുന്നതെങ്കിൽ ഇവിടെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ എൻകോഡ് ചെയ്തതിലെ പോരായ്മയോ അല്ലെങ്കിൽ റിസീവർ ഡീകോഡ് ചെയ്തെടുത്തതിലെ പോരായ്മയോ ആണ്. ഈ സാഹചര്യങ്ങളിൽ വരുന്ന എറേഴ്സിനെയാണ് സെമാൻറ്റിക് ബാരിയർ എന്ന് പറയുന്നത്. മീൻസ് ദി യൂസ് ഓഫ് ലാംഗ്വേജ്, നമ്മൾ ഉപയോഗിച്ച ലാംഗ്വേജിലുള്ള മിസ്റ്റേക്സ് കാരണം വരുന്ന ബാരിയേഴ്സിനെയാണ് സെമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ്. ഫസ്റ്റ് ഈസ് വേർഡ്സ് ഹാവിങ് സിമിലർ പ്രൊനൗൺസിയേഷൻ ബട്ട് മൾട്ടിപ്പിൾ മീനിങ്. നമ്മൾ ഉപയോഗിച്ച വേർഡിന് പല അർത്ഥമുണ്ട്, അല്ലെങ്കിൽ പല അർത്ഥമുണ്ട്, പക്ഷെ ഒരേ രീതിയിലാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൈറ്റ്, 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 3 രീതിയിലുള്ള സൈറ്റ് പറയുന്നുണ്ട്. ഓക്കെ, ഈ 3 സൈറ്റിൻ്റെയും മീനിങ് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഫോണിലൂടെ സൈറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ് ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ കൺഫ്യൂഷൻ വന്നിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു സെമാൻറ്റിക് ബാരിയറിന് എക്സാമ്പിൾ ആണ്. സെക്കൻഡ്, ബാഡ്ലി എക്സ്പ്രസ്ഡ് വേർഡ്സ് മെസ്സേജ് ലൈക്ക് ലാക്ക് ഓഫ് ക്ലാരിറ്റി, എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളതിനകത്ത് ക്ലാരിറ്റി ഇല്ലായ്മ, ജാർഗൺസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ കോംപ്ലക്സ് വേർഡ്സ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആംബിഗ്വിറ്റി ഉള്ള, ക്ലാരിറ്റി ഇല്ലാത്ത തരത്തിലുള്ള യൂസേജ് വരിക. ഇവിടെയൊക്കെ കൃത്യമായിട്ട് എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോകും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ബാഡ്ലി എക്സ്പ്രസ്ഡ് മെസ്സേജ് എന്ന് പറയുന്നത്. സോ ലാക്ക് ഓഫ് ക്ലാരിറ്റി ആൻഡ് പ്രിസിഷൻ മേക്ക് ദി മെസ്സേജ് ബാഡ്ലി എക്സ്പ്രസ്ഡ്. ക്ലാരിറ്റി ഇല്ലായ്മ, പ്രിസിഷൻ ഇല്ലായ്മ മീൻസ് കൃത്യതയില്ലായ്മ. സോ ലാക്ക് ഓഫ് കോഹറൻസ്, ഓക്വേർഡ് സെന്റൻസ് സ്ട്രക്ചർ, ജാർഗൺസ് എക്സെട്ര ആർ കോമൺ ഫോൾട്ട്സ്. സോ കൃത്യമായിട്ട് ഉപയോഗിക്കാതെ പോകുന്ന വേർഡ്സ്,
അല്ലെങ്കിൽ വേർഡ് ഉപയോഗിച്ച് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തതിലുള്ള പോരായ്മ, അല്ലെങ്കിൽ യൂസ് ഓഫ് സം കോംപ്ലിക്കേറ്റഡ് വേർഡ്സ്. ഇത്തിരി ഡിഫിക്കൽട്ട് ആക്കാൻ വേണ്ടി നമ്മളൊരു വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡുകൾ എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിലും അവിടെയൊക്കെ നമ്മൾ കൺവേ ചെയ്ത മെസ്സേജ് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊന്നും വരില്ല. ആൻഡ് നെക്സ്റ്റ് ഈസ് റോങ് ഇൻ്റർപ്രിറ്റേഷൻ. Whenever one interprets a symbol, his understanding may differ from another. Hindi word kaka means uncle in one part of the country, but small boy in another part of the country. So ഇന്ത്യയിൽ തന്നെ വന്നു കഴിഞ്ഞാൽ കാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ ആക്ച്വലി ഡിനോട്ട് ചെയ്യുന്നത് ചില സ്ഥലങ്ങളിൽ കാക്ക കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്കിൾ എന്നാണ്. മറ്റു ചില സ്ഥലങ്ങളിൽ കാക്ക കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ കുട്ടിയെയാണ്. ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് മീനിങ് ഫോർ സെയിം വേർഡ്, ഒരേ വേർഡിന് തന്നെ വ്യത്യസ്തമായിട്ടുള്ള മീനിങ് വരുവാണെങ്കിൽ അതും ഇൻ്റർപ്രിറ്റേഷനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ ടെക്നിക്കൽ ലാംഗ്വേജ്. When the technical language is used to communication process, it creates barriers in understanding the message in the same sense and the same spirit. When the technical jargons or specialist languages are used in communication, the conversion process, they create tension, confusion and misunderstanding between sender and receiver. So technical words ഉപയോഗിക്കുക, ലൈക്ക് ചില ശാസ്ത്രീയ നാമങ്ങൾ അല്ലെങ്കിൽ ചില കോംപ്ലക്സ് ആയിട്ടുള്ള നോർമൽ പേഴ്സൺസിന് അറിയാത്ത രീതിയിലുള്ള ലാംഗ്വേജുകൾ ഉപയോഗിക്കുക. ഇത് ഉപയോഗിച്ചത് വഴി മെസ്സേജ് കൺവേ ചെയ്യാൻ ശ്രമിക്കുക. സെക്കൻഡ് പാർട്ടിക്ക് ആ ഒരു വേർഡിന്റെ മീനിങ് ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇറ്റ് വിൽ ലീഡ്സ് ടു കൺഫ്യൂഷൻ ഓർ ടെൻഷൻ ബിറ്റ്വീൻ ദീസ് ടു. അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ നമ്മൾ ആദ്യം പറഞ്ഞ 4 പോയിന്റ്സ്, ഒന്ന് സിമിലർ മീനിങ് ഉള്ള സിമിലർ പ്രൊനൗൺസിയേഷൻ ഉള്ള ഡിഫറെൻറ്റ് വേർഡ്സ് വരാം. ഓക്കെ, അതേപോലെ മെസ്സേജിലുള്ള ബാഡ് എക്സ്പ്രഷൻ, മെസ്സേജ് കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ല, ബാഡ്ലി എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള മെസ്സേജ് വരുവാണെങ്കിൽ. മൂന്നാമത്തെ കാറ്റഗറി റോങ് ഇൻ്റർപ്രിറ്റേഷൻ വരുന്നു, സെയിം മെസ്സേജിന് പല മീനിങ്ങിൽ എടുക്കാവുന്ന സാഹചര്യങ്ങൾ. ആൻഡ് ടെക്നിക്കൽ ലാംഗ്വേജ്, ചില ടെക്നിക്കൽ ടേംസ് ഉപയോഗിക്കുമ്പോൾ ആ ടേമിൻ്റെ മീനിങ് മനസ്സിലാക്കാതെ പോകുന്ന സിറ്റുവേഷൻസ്. ആൻഡ് ഫൈനലി ന്യൂ മീനിങ് ഈസ് ഗീവൺ ടു ഓർഡിനറി വേർഡ്സ് ബൈ കമ്പ്യൂട്ടിംഗ് ടെക്നോളജി ലൈക്ക് മൗസ്. മൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് എന്താണെന്ന് ആലോചിക്കുക. ആദ്യം മനസ്സിലാക്കുന്നത് കമ്പ്യൂട്ടർ മൗസിനെ പറ്റിയാണ്, പിന്നീടാണ് എലിയെ പറ്റി ചിന്തിക്കുക. സോ ഒറിജിനൽ വേർഡ് എന്ന് പറയുന്നത് എലിയാണ്, പക്ഷേ നമ്മൾ കമ്പ്യൂട്ടിംഗ് ടെക്നോളജി വന്നതോടുകൂടി മൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായി മാറി. അതേപോലെ ആപ്പിൾ എന്ന് പറയുമ്പോൾ സാധാരണ ആപ്പിളിനേക്കാൾ കൂടുതൽ ഓർമ്മ വരുന്നത് ഇപ്പോൾ ആപ്പിൾ മൊബൈൽ ഫോണാണ്. ലൈക്വൈസ് പഴയ മീനിങ്ങിന് പുതിയ ഐറ്റം വരുന്നൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ബൈ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് sophisticated technologies. Then second type, so semantic barrier is clear, right? Means ലാംഗ്വേജുമായി ബന്ധപ്പെട്ട അണ്ടർസ്റ്റാൻഡിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. രണ്ടാമത്തെ ടൈപ്പ് ഓർഗനൈസേഷണൽ ബാരിയർ. ഇറ്റ് മേ ഒറിജിനേറ്റ് നോ എന്ന് പറഞ്ഞത് മനസ്സിലായില്ല എന്നാണോ? കൺഫ്യൂഷൻ ഉണ്ടെന്നാണോ? Divya, any doubt? Okay, fine. Okay, so next type is organizational barriers. It may originate in contradictory management policies, like or too many levels of management. ഓർഗനൈസേഷൻ അകത്തേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ വെച്ചിട്ട് ഡിഫറെൻറ്റ് ലെവൽസ് വരുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ മാനേജ്മെൻ്റ് പോളിസി എന്ന് പറയുന്നത് പല സാഹചര്യങ്ങളും പല രീതിയിലാവുന്നതോ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകാവുന്ന ബാരിയേഴ്സാണ് ഓർഗനൈസേഷണൽ ബാരിയറിനകത്ത് വരുന്നത്. സോ ഓർഗനൈസേഷൻ്റെ കൾച്ചർ ആൻഡ് ക്ലൈമറ്റ്, ദർ ആർ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് നമുക്ക് പറയാൻ പറ്റും. അതിൽ ഒന്നാമത്താണ് depending upon organization's culture and climate. Every organization, there exists a unique culture and climate. The climate and culture of the organization ultimately influence the freedom, trust,
interaction pattern among the persons. സോ ഓരോ ഓർഗനൈസേഷനിലെ രീതിയിലായിരിക്കില്ല മറ്റൊരു ഓർഗനൈസേഷനിലേക്ക് പോകുമ്പോൾ. ഓരോ ഓർഗനൈസേഷനും അവരവരുടേതായ വേ ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ ക്ലൈമറ്റ് ഉണ്ട്. സോ അവരുടേതായ ഒരു കൾച്ചറുണ്ട്. ഇത് മറ്റൊരു ഓർഗനൈസേഷനിലെ അതേ രീതിയിൽ നമുക്ക് സെക്കൻഡ് ഓർഗനൈസേഷനിൽ ബിഹേവ് ചെയ്യാൻ സാധിക്കില്ല. രണ്ട് ഓർഗനൈസേഷനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയോളജീസ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് വൈ ഇൻ്റർപ്രിറ്റേഷനകത്ത് ഡിഫറൻസസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് ഒന്നാമത്തെ ടൈപ്പ്, ബേസ്ഡ് ഓൺ ഓർഗനൈസേഷൻ കൾച്ചർ ഓർ ക്ലൈമറ്റ്. കൾച്ചറും ക്ലൈമറ്റും ഡിഫറെൻ്റ് ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. സെക്കൻഡ്, ഓർഗനൈസേഷൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഒരു ഓർഗനൈസേഷനിൽ റൂൾ ആയിരിക്കില്ല മറ്റൊരു ഓർഗനൈസേഷനിൽ. സോ അവരവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓരോ ഓർഗനൈസേഷനും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് മേ ലീഡ് ടു ബാരിയർ ഇൻ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. തേർഡ് ഈസ് സ്റ്റാറ്റസ് റിലേഷൻഷിപ്പ്. ടോപ്പ് മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് ആക്ച്വലി സ്റ്റാറ്റസ് റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ടോപ്പ് ലെവലിലേക്ക് വരുമ്പോൾ അവർക്ക് കാര്യങ്ങൾ ജൂനിയർ മാനേജ്മെന്റുമായിട്ട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അതേപോലെ ലോവർ ലെവൽ മാനേജ്മെന്റിന് സീനിയേഴ്സിനോട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്. ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആയിട്ട് വരാം. അതാണ് സ്റ്റാറ്റസ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ലാക്ക് ഓഫ് കോപ്പറേഷൻ ബിറ്റ്വീൻ സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റ്. സബോർഡിനേറ്റും സുപ്പീരിയറും തമ്മിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ഇല്ല, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണവും കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് അല്ലാതെ ആകാം. സോ ദീസ് ആർ ദി ബാരിയേഴ്സ് റിലേറ്റിംഗ് ടു ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്ന് പറയും. മൂന്നാമത്തെ ടൈപ്പ്, ഇന്റർപേഴ്സണൽ ബാരിയേഴ്സ്. The effectiveness of communication depends a lot on interpersonal relationship between two persons. രണ്ട് പേര് തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്നുള്ളതനുസരിച്ചിരിക്കും അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഇൻഡിവിജ്വൽ മറ്റൊരു ഇൻഡിവിജ്വലിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അതനുസരിച്ചായിരിക്കും കമ്മ്യൂണിക്കേഷൻ്റെ ഇഫക്റ്റീവ്നെസ്സും വരുന്നത്. രണ്ടുപേരും തമ്മിൽ നല്ല ശത്രുതയാണെങ്കിൽ പറയുന്ന കാര്യങ്ങൾ മൊത്തമായിട്ട് കേൾക്കാൻ പോലും നിന്നു വരില്ല. വേറസ് നല്ല ഫ്രണ്ട്ഷിപ്പും നല്ല റിലേഷൻഷിപ്പും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷനും ഇഫക്റ്റീവ് ആയിരിക്കും. സോ ഇഫ് ആൻഡ് വെൻ ദി സെൻഡർ ആൻഡ് റിസീവർ ആർ അറ്റ് ദി സെയിം economic, educational and status level and also have good rapport with each other, there is hardly any barrier arising from communication. So ഇവർ രണ്ടുപേരും ഒരേ ലെവലിൽ വരുന്നവരാണ്, ഒരേ സ്റ്റാറ്റസിൽ വരുന്നവരാണ്, ഒരേ എഡ്യൂക്കേഷനുള്ളവരാണ്, അല്ലെങ്കിൽ ഹാവ് എ ഗുഡ് റാപ്പോർട്ട് ബിറ്റ്വീൻ ഈച്ച് അതർ, രണ്ടുപേരും തമ്മിൽ നല്ല ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊന്നും കമ്മ്യൂണിക്കേഷന് യാതൊരു ബുദ്ധിമുട്ടും വരേണ്ട കാര്യമില്ല. ഓക്കെ, അതേപോലെ ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ, അതായത് ഡിഫറെൻറ്റ് ലെവലിലുള്ള ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള എഡ്യൂക്കേഷനിലുള്ള ഡിഫറൻസ് കാരണം, അതും അല്ലെങ്കിൽ ഇവർ തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ, ഈ സാഹചര്യങ്ങളിലൊക്കെ ഇന്റർപേഴ്സണൽ ബാരിയേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, which leads to miscommunication. The most common example for this is an organization in an organization is that barrier relating to superior and subordinate. ഒരു ഓർഗനൈസേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്, ഇന്റർപേഴ്സണൽ ബാരിയറിന് എക്സാമ്പിൾ ആണ് സുപ്പീരിയറും സബോർഡിനേറ്റും തമ്മിൽ സംസാരിക്കാൻ തയ്യാറാകാത്ത സിറ്റുവേഷൻസ്. സോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെ ഓവർകം ചെയ്യാം, ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത് വഴി ഇത്തരത്തിലുള്ള ബാരിയറിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. അതേപോലെ ഇത് വരാനുള്ള പ്രധാന കാരണങ്ങൾ ഒരു കൃത്യമായിട്ടുള്ള ചാനൽ ഇല്ലാത്തതാണ്. സോ ഒരു പ്രോപ്പർ ചാനൽ ക്രിയേറ്റ് ചെയ്യാമെങ്കിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനകത്ത് ജൂനിയറും സീനിയറും തമ്മിൽ സംസാരിക്കാനും ജൂനിയർ സീനിയറും തമ്മിൽ ഇന്ററാക്ട് ചെയ്യാനുമുള്ള ഒരു ഫോറം ഇല്ല. അത്തരത്തിലൊരു ഫോറം ക്രിയേറ്റ് ചെയ്യാമെങ്കിൽ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാൻ സാധിക്കും. അതേപോലെ നോ ഇൻട്രസ്റ്റ് ടു കമ്മ്യൂണിക്കേറ്റ് ഈസ് അനദർ ഇഷ്യൂ. ജൂനിയേഴ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സീനിയറിന് യാതൊരു താല്പര്യവുമില്ല, അതേപോലെ സീനിയേഴ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ജൂനിയേഴ്സിനും യാതൊരു താല്പര്യവുമില്ലാത്ത സിറ്റുവേഷൻസ്. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും ഇന്റർപേഴ്സണൽ ബാരിയേഴ്സ് ആയിട്ട് ഓർക്കേണ്ടത്. ഒന്ന്, ലാക്ക് ഓഫ് പ്രോപ്പർ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത സിറ്റുവേഷൻ. രണ്ടാമതായിട്ട് ഇൻട്രസ്റ്റ് ഇല്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഇല്ലാത്ത സിറ്റുവേഷൻസ്. അതേപോലെ തന്നെ ലാക്ക് ഓഫ് കോപ്പറേഷൻ ഈസ് അനദർ ഇഷ്യൂ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പാർട്ടീസ് തമ്മിൽ സംസാരിച്ച് തീർക്കാനും അവർ തമ്മിലൊരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്താനുമുള്ള ശ്രമമില്ല. ഓക്കെ, ബെറ്റർ കോപ്പറേഷനും കോർഡിനേഷനും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടന്നേനെ. അതേപോലെ ലാക്ക് ഓഫ് ട്രസ്റ്റ്, വിശ്വാസ്യതയില്ലായ്മ, പുവർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റ് ആസ് വി സെഡ്, ആൻഡ് ഫൈനലി ഫിയർ ഓഫ് പെനാലിറ്റി. എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, സുപ്പീരിയറിനോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സസ്പെൻഷനിൽ പോകേണ്ടി വരുമോ,
അല്ലെങ്കിൽ സുപ്പീരിയറിനോട് 2 വാക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ പുറത്താക്കപ്പെടുമോ എന്നുള്ള ഭയവും ഇതിന് കാരണമാണ്. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് barriers in interpersonal communication when it comes to an organization. നോർമലി ഇതെല്ലാം തന്നെ നോർമൽ സിനാരിയോയിൽ നമുക്ക് കാണാൻ പറ്റും ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ. സോ ഒരു ഓർഗനൈസേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്: ലാക്ക് ഓഫ് പ്രോപ്പർ ചാനൽ, ഒരു കൃത്യമായിട്ടുള്ള ചാനൽ ഇല്ലായ്മ, ദെൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ്, താല്പര്യമില്ലാത്ത അവസ്ഥ, ലാക്ക് ഓഫ് കോപ്പറേഷൻ, സംസാരിച്ച് തീർക്കേണ്ട ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും, രണ്ടുപേരും കോപ്പറേറ്റ് ചെയ്യുന്നില്ല, സംസാരിക്കുമ്പോൾ ആർഗ്യൂ ചെയ്യുകയാണ്, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ലാക്ക് ഓഫ് ട്രസ്റ്റ്, വിശ്വാസമില്ലായ്മ, പുവർ റിലേഷൻഷിപ്പ്, ആൻഡ് ഫൈനലി ഫിയർ ഓഫ് പെനാൽറ്റി. ദീസ് ആർ ദി മെയിൻ റീസൺസ് പ്രധാനമായിട്ടും ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോൾ. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഇസ് ഇൻഡിവിജ്വൽ ഓർ psychosociological barriers. സോ ഇൻഡിവിജ്വൽ ബാരിയേഴ്സ് ഓർ സൈക്കോസോഷ്യോളജിക്കൽ ബാരിയേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്നത് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ വരുമ്പോൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ റിലേറ്റിംഗ് ടു ഓർഗനൈസേഷൻ ആണെങ്കിൽ, ഇവിടെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ആൻ ഇൻഡിവിജ്വൽ ബേസിൽ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകും എന്ന് നമുക്ക് നോക്കാം. സോ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു 2 പേര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന മേജർ ബാരിയേഴ്സ്: പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പറയുന്ന ആ സ്റ്റൈൽ മറ്റൊരു ഇൻഡിവിജ്വലിന് മനസ്സിലാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ്. അതേപോലെ പീപ്പിൾ ഓൾസോ ഹാവ് പേഴ്സണൽ ഫീലിംഗ്, ഡിസൈർസ്, ഫിയർ, ഹോപ്സ്, ലൈക്സ്, ഡിസ്ലൈക്സ്, ആറ്റിറ്റ്യൂഡ്, വ്യൂസ് ആൻഡ് ഒപ്പീനിയൻ. ഓരോരുത്തർക്കും ഇത് ഡിഫറെൻ്റ് ആയിരിക്കും. ചില ആൾക്കാരുടെ ഫീലിങ്ങും മറ്റൊരാളുടെ ഫീലിംഗ് എടുക്കുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് തോന്നാം. ഡിസൈേഴ്സ് അതേപോലെ ഡിഫറെൻ്റ് ആകാം, ഫിയർ ഡിഫറെൻ്റ് ആകാം, ഹോപ്സ് ഡിഫറെൻ്റ് ആകാം, ലൈക്സ് ഡിഫറെൻ്റ് ആകാം. ഇങ്ങനെ ഓരോ ആസ്പെക്റ്റിലും ഓരോ ഇൻഡിവിജ്വലിൻ്റെയും സൈക്കോളജി ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ ഈ ഓരോ ആസ്പെക്റ്റും ലൈക്ക് സ്റ്റൈൽ അല്ലെങ്കിൽ ഇമോഷൻസ്, ഡിസൈർസ്, ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയർ ആയിട്ട് സംഭവിക്കാം. ഓക്കെ, അത്തരത്തിലുള്ള ബാരിയേഴ്സിനെയാണ് ഇൻഡിവിജ്വൽ ബാരിയേഴ്സ് ഓർ സൈക്കോസോഷ്യോളജിക്കൽ ബാരിയേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ലെറ്റ്സ് സീ എന്തൊക്കെയാണെന്ന്. ഒന്ന്, സ്റ്റൈൽ. ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് പ്രൊനൗൺസിയേഷൻ, നമ്മൾ സംസാരിക്കുന്ന രീതിയിലുള്ള വ്യത്യാസം. ഇന്ത്യക്കാർ സംസാരിക്കുന്നത് പോലെ ആയിരിക്കില്ല ചൈനക്കാർ സംസാരിക്കുന്നത്. സോ ഇവരിൽ രണ്ടുപേരും സംസാരിക്കുന്ന ഇംഗ്ലീഷ് ആയാൽ പോലും പ്രൊനൗൺസിയേഷനിലുള്ള ഡിഫറൻസ് കാരണം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. സോ ബേസിക്കലി ബേസ്ഡ് ഓൺ സ്റ്റൈൽ. സെക്കൻഡ്, സെലക്റ്റീവ് പെർസെപ്ഷൻ, അതായത് അയാളുടെ സ്വന്തം ഇഷ്ടത്തിൽ സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന കുറച്ച് ആളുകളുണ്ടാവും. സെയിം ടൈം മറ്റു ചില ഇൻഡിവിജ്വൽസിനോട് സംസാരിക്കാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരിക്കില്ല. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിട്ട് മാത്രം സംസാരിക്കുന്ന സിറ്റുവേഷൻ, അതിനെയാണ് സെലക്റ്റീവ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കാൻ തയ്യാറാവുന്നു, വെറസ് എല്ലാ കാര്യങ്ങളിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള സിറ്റുവേഷനാണ് സെലക്റ്റീവ് പെർസെപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസീവർ മേ മേക്ക് എ വേൾഡ് ഓഫ് ഹിസ് ഓൺ അറൗണ്ട് ഹിംസെൽഫ്. അയാളുടെ ചുറ്റും അയാൾക്ക് വേണ്ട, അയാളുടെ സ്വന്തം എന്ന് പറയുന്ന ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യും. ഹി പ്രൊജക്ട്സ് ഹിസ് ഇൻട്രസ്റ്റ് ആൻഡ് എക്സ്പെക്ടേഷൻ ആസ് ഹി ഡീകോഡ്സ് മെസ്സേജസ്. അയാൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അയാളുടെ ഇൻട്രസ്റ്റ് എന്താണ്, അത് വെച്ചുകൊണ്ടായിരിക്കും ഓരോ മെസ്സേജും വായിക്കുന്നത്. സോ ദാറ്റ് ഇയാൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് ആ ഏരിയകളിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ പോകും. അയാൾക്ക് താല്പര്യമില്ലാത്ത ഏരിയകൾ പെർസെപ്ഷൻ കൊടുക്കണ്ട എന്ന് വയ്ക്കും. So he may only take that much piece of information which may suit his world of thinking. ആ ഇൻഡിവിജ്വലിന് വേണ്ട ഏരിയ, ആ ഇൻഡിവിജ്വലിന് കേൾക്കാൻ താല്പര്യമുള്ള ഏരിയയിൽ മാത്രമായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക. അവിടെ നിന്നുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇതാണ് സെലക്റ്റീവ് പെർസെപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The next is halo effect. Halo effect കൊണ്ട് ഉദ്ദേശിക്കുന്നത് people do not listen carefully because of impressions based on earlier encounters. മീൻസ് മുമ്പൊരിക്കൽ സംസാരിച്ചിരുന്നപ്പോൾ ഇയാൾ ഭയങ്കര ബോറായിട്ടാണ് സംസാരിച്ചിരുന്നത്, അതുകൊണ്ട് അതേ രീതിയിൽ തന്നെയായിരിക്കും ഇത്തവണയും സംസാരിക്കുക എന്നുള്ളൊരു ഫീൽ. ഓക്കെ, ഇതാണ് ഹാലോ എഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രീവിയസ് എൻകൗണ്ടേഴ്സിലുള്ള എക്സ്പീരിയൻസ് കൊണ്ട് ഇയാൾ പറയുന്ന കാര്യങ്ങൾ മൊത്തം ഇങ്ങനെ ആയിരിക്കും എന്നൊരു അസംഷൻ വരുന്നു. ആ അസംഷൻ കൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പകുതിയും ശ്രദ്ധിക്കാതെ പോകുന്നു. ഇതാണ് ഹാലോ എഫക്റ്റ്. സോ people do not listen carefully because of impressions based on earlier encounters. മുമ്പുണ്ടായിരുന്ന
ഇവർ തമ്മിലുള്ള സംസാരത്തിലുണ്ടായിരുന്ന കാര്യങ്ങൾ കൊണ്ട്, അവിടെ ഉണ്ടായിരുന്ന പെർസെപ്ഷൻ വെച്ചുകൊണ്ട് ഈ തവണ അതേ രീതിയിൽ തന്നെയായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് വരുന്നതിനെയാണ് ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത്. ഈവൻ വൺ ഓഫ് ദി പാർട്ടീസ് ഹാവിങ് ഹാലോ എഫക്റ്റ് ഇറ്റ് വിൽ ഇന്ററപ്റ്റ് ദി ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിന് മതി, രണ്ടുപേർക്കും ഹാലോ എഫക്റ്റ് വേണ്ട. കമ്മ്യൂണിക്കേഷനിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഹാലോ എഫക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ഫ്ലോയെ ഡിസ്റപ്റ്റ് ചെയ്യും. ദെൻ സ്റ്റാറ്റസ് റിലേഷൻഷിപ്പ്, രണ്ടുപേരും രണ്ട് സ്റ്റാറ്റസിലാണ്. അയാൾ ലോവർ സ്റ്റാറ്റസ് ആണ്, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അത്തരത്തിലുള്ള സൈക്കോളജിക്കൽ ഫീലാണ് പറയുന്നത് സ്റ്റാറ്റസ് റിലേഷൻഷിപ്പിൽ. ദെൻ പുവർ അറ്റൻഷൻ ആൻഡ് റിറ്റൻഷൻ, കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല, അതേപോലെ പറഞ്ഞ കാര്യങ്ങളൊന്നും റിറ്റെയിൻ ചെയ്യുന്നില്ല, മനസ്സിലാക്കി എടുക്കുന്നുമില്ല, വീണ്ടും ഉപയോഗിക്കുന്നില്ല, അങ്ങനെയുള്ള സിറ്റുവേഷൻസ്. അതേപോലെ ഇനറ്റൻഷൻ, പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പോലും താല്പര്യമില്ലാത്ത സിറ്റുവേഷൻ. ദെൻ അൺഡ്യൂ ഇമ്പോർട്ടൻസ് ഓഫ് റിട്ടൺ വേർഡ്സ്, എഴുതി വച്ചിരിക്കുന്ന വേർഡുകളിൽ പകുതിയും നമ്മളെ സംബന്ധിച്ച് റെലവൻ്റ് അല്ല, അതുകൊണ്ട് തന്നെ റിട്ടൺ വേർഡ്സ് വായിക്കാനുള്ള താല്പര്യക്കുറവ്. ദെൻ ഡിഫെൻസീവ്നെസ്, എന്ത് പറഞ്ഞാലും അത് ഒപ്പോസ് ചെയ്യുക, അതിനെയാണ് ഡിഫെൻസീവ്നെസ് എന്ന് പറയുന്നത്. എന്ത് കാര്യം പറഞ്ഞാലും ഉടനെ തന്നെ ആർഗ്യൂ ചെയ്യുന്ന മെത്തേഡ്. ദെൻ ക്ലോസ്ഡ് മൈൻഡ്, കേൾക്കാൻ താല്പര്യമില്ല, എല്ലാം ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള ആറ്റിറ്റ്യൂഡ്. ദെൻ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമുക്ക് സുഖമില്ലാത്ത അവസ്ഥയാണെങ്കിൽ കമ്മ്യൂണിക്കേഷനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അതേപോലെ ഫിൽറ്ററിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കേൾക്കാൻ താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കുക, കേൾക്കണ്ട എന്ന് നമ്മൾ ആദ്യമേ തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക. സോ വാട്ട് ഈസ് റെലവൻറ്റ് ഫോർ അസ്, ഈ മെസ്സേജുമായി ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കുന്നതാണ് ഫിൽറ്ററിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ barriers or sociological barriers. Okay, next type is cross cultural or geographic barriers. Cross cultural എന്ന് പറയുമ്പോൾ നമ്മളുടെ രാജ്യം, നമ്മളുടെ ബൗണ്ടറി, അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റ്, അങ്ങനെയുള്ള രീതിയിലുള്ള ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ക്രോസ് കൾച്ചറൽ ബാരിയേഴ്സിനകത്ത് വരുന്നത്. സോ കൾച്ചർ ഈസ് ബേസ്ഡ് ഓൺ എ ഷെയർഡ് സെറ്റ് ഓഫ് വാല്യൂസ് ഓർ ആട്രിബ്യൂട്ട്സ് ഓഫ് എ ഗ്രൂപ്പ്. ഇപ്പോൾ കേരളീയർ എന്ന് പറയുമ്പോൾ അതൊരു കൾച്ചറാണ്. നമുക്ക് നമ്മളുടേതായ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എവിടെ ചെന്നാലും ശ്രമിക്കും. ബിക്കോസ് ഇത് മലയാളികളാണ് എന്നുള്ളൊരു ഫീൽ ക്രിയേറ്റ് ചെയ്യും. ആ ഫീലാണ് ആക്ച്വലി കൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യക്കാരാണെന്നുള്ള ഫീൽ. സോ ഇറ്റ് ഈസ് ദി സം ടോട്ടൽ ഓഫ് ദി വേസ് ഓഫ് ലിവിങ് ബിൽഡ് അപ്പ് ബൈ എ ഗ്രൂപ്പ് and transmitted from one generation to another. Culture is so much a part of our manner of talking, behaving and thinking. നമ്മൾ സംസാരിക്കുന്ന രീതിയിലും നമ്മൾ സംസാരിക്കുന്ന നമ്മളുടേതായ ബിഹേവിയറിലും നമ്മളുടെ ചിന്താഗതിയിലും ഒക്കെ ഈ കൾച്ചറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ നമ്മളുടെ കൾച്ചറും മറ്റൊരു ഇൻഡിവിജ്വലിന്റെ കൾച്ചറും വരുമ്പോൾ അത് തമ്മിൽ മാച്ച് ചെയ്യാതെ പോകും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവായിട്ട് നടന്നു വരില്ല. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഈസ് നാഷണൽ ക്യാരക്ടർ ഓർ ബേസിക് പേഴ്സണാലിറ്റി. ഒരു ഇന്ത്യക്കാരൻ്റെ പെർസെപ്ഷൻ ആയിരിക്കില്ല ഒരു ചൈനക്കാരൻ, അതേ പെർസെപ്ഷനും അമേരിക്കൻ പെർസെപ്ഷനും തമ്മിൽ ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഐഡിയോളജിയിലും അയാളുടെ ചിന്താഗതിയിലുമുള്ള വ്യത്യാസം കാരണം കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ആകാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ ലാംഗ്വേജ്, മലയാളി തമിഴ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് അനദർ ഇഷ്യൂ. ദെൻ വാല്യൂ ആൻഡ് നോംസ് ഓഫ് ബിഹേവിയർ, നമ്മൾ വാല്യൂ ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് മറ്റൊരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് അത്രയും സിഗ്നിഫിക്കൻ്റ് ആകണം എന്നില്ല. ബിക്കോസ് ഈസ് ഫ്രം അനദർ കൺട്രി, അയാളുടേതായ കൾച്ചറുണ്ട്. അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മളുടെ കൾച്ചറിലെ വരുന്ന നമ്മൾ വാല്യൂ ചെയ്യുന്ന ചില ആസ്പെക്ട്സ് അവർക്ക് യാതൊരു സിഗ്നിഫിക്കൻസും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കാം. അതേപോലെ തന്നെ സോഷ്യൽ റിലേഷൻഷിപ്പ്, ഫാമിലി, അവരുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആകാം. ദെൻ കൺസെപ്റ്റ്സ് ഓഫ് ടൈം, കൺസെപ്റ്റ് ഓഫ് സ്പേസ്, അങ്ങനെയുള്ള നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ രീതികൾ ഓരോരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് നടക്കുന്നത്. ദെൻ നമ്മളുടെ സെലക്റ്റീവ് പെർസെപ്ഷൻ പോലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ക്രോസ് കൾച്ചറൽ ഓർ ജോഗ്രഫിക്കൽ ബാരിയേഴ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പെടുത്താം. ഓക്കെ, സോ നമ്മൾ ഇതുവരെ പറഞ്ഞത് 5 ടൈപ്പ് ഓഫ് ബാരിയേഴ്സ് ആയിരുന്നു. ഒന്ന് സെമാൻറ്റിക് ബാരിയർ പറഞ്ഞു, ബേസ്ഡ് ഓൺ ലാംഗ്വേജ്. രണ്ടാമത്തെ ഓർഗനൈസേഷണൽ ബാരിയർ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ദെൻ ഇന്റർപേഴ്സണൽ ബാരിയർ. അതിനുശേഷം പറഞ്ഞത് ഇൻഡിവിജ്വൽ ഓർ സൈക്കോ സോഷ്യോളജിക്കൽ ബാരിയർ ആണ്. ദെൻ ലാസ്റ്റ് ആയിട്ട് ക്രോസ് കൾച്ചറൽ ഓർ ജോഗ്രഫിക്കൽ ബാരിയേഴ്സിനെ പറ്റി പറഞ്ഞു. നെക്സ്റ്റ് ഈസ് ഫിസിക്കൽ ബാരിയർ ഓർ ചാനൽ ഓർ മീഡിയ ബാരിയർ. ഫിസിക്കൽ, എന്താണ് നമുക്ക് ചുറ്റുമുള്ളത്, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വരാവുന്ന തടസ്സങ്ങൾ. ഫിസിക്കൽ ബാരിയേഴ്സിലേക്ക് പോകുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദി ഡിസ്ട്രക്ഷൻസ്
Okay, physical distractions cause a lot of noise, often literally insufficiently insulated rooms with car noises filtering through. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ തന്നെ പലപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ശബ്ദങ്ങൾ നമുക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് വരാറുണ്ട്. ഇത്തരത്തിലുള്ള ഏതൊരു ഫിസിക്കൽ ഡിസ്ട്രക്ഷനും, അതായത് മേ ബി എ കാർ നോയ്സ്, മേ ബി എ നോയ്സ് ഫ്രം ദി TV, അങ്ങനെയുള്ള എന്ത് ശബ്ദം വന്നാലും അത് നമ്മൾ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട്. ഇതെല്ലാം നോയ്സിൻ്റെ പാർട്ടായിട്ട് നമുക്ക് കരുതാം. അതേപോലെ തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഇടയ്ക്ക് ബ്രേക്ക് ആവാറുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഗൂഗിൾ മീറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഗൂഗിൾ മീറ്റ് ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിക്കേഷൻ കട്ടായി പോകുന്നു എന്ന് വിചാരിക്കുക. സോ അത് ഒരു നമ്മളുടെ മീഡിയമിലുള്ള ഡിഫക്റ്റ് ആണ്. സോ ഇത്തരത്തിലുള്ള ഡിഫക്ട്സ് ആണ് ആക്ച്വലി ചാനലും അല്ലെങ്കിൽ മീഡിയ അല്ലെങ്കിൽ ഫിസിക്കൽ ബാരിയേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പെടുത്താവുന്നത്. ഓക്കെ, സോ ഇവിടെ വരുന്നത് ടെലിഫോണിലുള്ള ഡിസ്ട്രക്ഷൻസ്, ഇൻറ്ററപ്ഷൻസ്, നമ്മളുടെ നെറ്റ്വർക്കിലുള്ള ഡിസ്കണക്ഷൻ വരാം, അതിലുള്ള ഇൻറ്ററപ്ഷൻസ് വരാം, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള നോയ്സ് വരാം, ട്രാൻസ്പോർട്ടേഷൻ്റെ ശബ്ദങ്ങൾ വരാം. ഇതെല്ലാം നമുക്ക് നമ്മളുടെ കമ്മ്യൂണിക്കേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതെല്ലാമാണ് ഫിസിക്കൽ ബാരിയേഴ്സിനകത്ത് വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും ഡൗട്ട്? ഓക്കെ, സോ മൂവിങ് ഓൺ. എങ്ങനെ ഈ പറയുന്ന ബാരിയേഴ്സിനെ നമുക്ക് ഓവർകം ചെയ്യാം? സോ ഹൗ ടു ഓവർകം ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? ഓക്കെ, സോ ഇത്തരത്തിലുള്ള ബാരിയേഴ്സ് ഓവർകം ചെയ്യണമെങ്കിൽ നമുക്കുള്ളൊരു കോൺസ്റ്റന്റ് എഫേർട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കണം. അത് കൾച്ചറൽ ബാരിയർ ആയാലും ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആയാലും എല്ലായിടത്തും പ്രശ്നം വരുന്നത് നമ്മളുടേതായ പേഴ്സണൽ ഫാക്ടേഴ്സും അതേപോലെ മീഡിയയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമാണ്. ഇത് ഓവർകം ചെയ്യണമെങ്കിൽ ഓരോ ആസ്പെക്റ്റും ക്ലിയർ ചെയ്യാൻ വേണ്ടി മാക്സിമം എഫേർട്ട് എടുക്കണം. സോ ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റന്റ് എഫേർട്ട് ഈസ് റിക്വയർഡ് ടു ഓവർകം ദി ബാരിയേഴ്സ് വിത്ത് unconsciously creep up the process of communication. കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ബ്രേക്ക് ചെയ്യുന്ന ഏതൊരു ആസ്പെക്റ്റ് ആയാലും അത് ഓവർകം ചെയ്യാൻ മൂന്ന് ഭാഗത്തു നിന്നുമുള്ള എഫേർട്ട് ഉണ്ടായിരിക്കണം. സെൻറ്ററുടെ ഭാഗത്തു നിന്നുണ്ടാകണം, മീഡിയയുടെ ഭാഗത്തു നിന്നുണ്ടാകണം, ആൻഡ് ഫൈനലി റിസീവറുടെ ഭാഗത്തു നിന്നുണ്ടാകണം. സോ നോക്കുകയാണെങ്കിൽ സെൻറ്റർ ചെയ്യേണ്ടത്, സെൻറ്റർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആകണമെങ്കിൽ കുറച്ച് ഡബ്ല്യൂസും കുറച്ച് എച്ചും സോൾവ് ചെയ്താൽ മതി. ഒന്നാമത്തത് W നോക്കുകയാണെങ്കിൽ ഹൂ മീൻസ് ടു ഹൂ ഷുഡ് ദി മെസ്സേജ് ഗോ, ആർക്കാണ് മെസ്സേജ് അയക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. രണ്ടാമതായിട്ട് വൈ ഷുഡ് ഐ കമ്മ്യൂണിക്കേറ്റ്, വാട്ട് ആർ ദി മോട്ടീവ്സ്, എന്തിനു വേണ്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എന്താണ് ഈ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ക്ലിയർ കട്ടായിട്ട് ഡിഫൈൻ ചെയ്യുക. അതേപോലെ ഡിസൈഡ് വാട്ട് ടു കമ്മ്യൂണിക്കേറ്റ്, ബി ക്ലിയർ അബൌട്ട് വാട്ട് വൺ നീഡ്സ് ടു കമ്മ്യൂണിക്കേറ്റ്, എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്നും ഏത് മാറ്ററാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ദെൻ വെൻ ഈസ് ദി ബെസ്റ്റ് ടൈം ഫോർ ഒപ്റ്റിമം റിസപ്ഷൻ ഈസ് ചൂസൺ. സോ ഏത് സമയത്ത് സംസാരിച്ചാലാണ് ഈ പറയുന്ന ഇൻഫർമേഷൻ കറക്റ്റായിട്ട് റിസീവറിലേക്ക് എത്തുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതേപോലെ യൂസ് ഓഫ് ലാംഗ്വേജ് ദാറ്റ് റിസീവർ വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്, നമ്മുടെ റിസീവറിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുക. ദെൻ ലൊക്കേഷൻ എവിടെ വച്ചിട്ട് ഏത് രീതിയിലാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും തീരുമാനിക്കുക. സോ ബേസിക്കലി സെൻഡർക്ക് അയാളുടെ പാർട്ട് ക്ലിയർ ആക്കണമെങ്കിൽ ഏത് തരത്തിലുള്ള മെസ്സേജാണ് കൺവേ ചെയ്യേണ്ടത്, ആർക്കാണ് കൺവേ ചെയ്യേണ്ടത്, ഏത് ടൈമിലാണ് കൺവേ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ തന്നെ അയാളുടെ ഭാഗത്തു നിന്നും വ്യക്തമായിട്ട് മെസ്സേജ് സെക്കൻഡ് പാർട്ടിയിലേക്ക് എത്തും. റിസീവറുടെ പാർട്ട് എടുക്കുകയാണെങ്കിൽ അറ്റൻഷൻ ആണ് ബേസിക് തിങ്. സോ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാൻ തയ്യാറാകുക. രണ്ടാമതായിട്ട് ലിസണിങ്, ആക്റ്റീവ് ലിസണിങ് എന്നുള്ള രീതിയിൽ നിൽക്കാൻ തയ്യാറാകുക. മൂന്നാമതായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി തയ്യാറാകുക. ആൻഡ് ഫൈനലി കീപ് ചെക്കിംഗ് ദി റിസീപ്റ്റ് ഓഫ് ഇൻഫർമേഷൻ വിത്ത് സെൻറ്റർ. ഓരോ തവണയും സെൻറ്റർ പറയുന്ന കാര്യങ്ങൾ മൊത്തമായിട്ട് ഉള്ളിലേക്ക് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക.
സോ 4 ബേസിക് തിങ് ആണ് റിസീവർ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതായിട്ട് അറ്റൻഷൻ, 2 ലിസണിങ്, 3 ക്ലാരിഫിക്കേഷൻ, ആൻഡ് ഫൈനലി റിസീപ്റ്റ് ഓഫ് ഇൻഫർമേഷൻ ക്രോസ് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ റിസീവർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാൻ സാധിക്കും. ആൻഡ് റിസീവറും അതേപോലെ സെൻറ്ററും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്യാവുന്ന പല കാര്യങ്ങളുമുണ്ട് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി. റിയലൈസ് ദി മിസ്അണ്ടർസ്റ്റാൻഡിങ്. Realize that misunderstanding are bound to occur and be alert for the all cause and its effects. So basically മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് രണ്ടുപേരും മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു കഴിഞ്ഞാലും സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പ്ലാൻ ചെയ്ത് വയ്ക്കുക. Then listen, listen, listen and listen again. That is the basic rule of communication. വീണ്ടും 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 കേൾക്കാൻ തയ്യാറാകുക. And share opinions, feeling, perceptions. നമ്മളുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യുക, നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്, നമ്മളുടെ ഫീലിങ്സ് ഷെയർ ചെയ്യുക, അതേപോലെ നമ്മളുടെ പെർസെപ്ഷൻ എന്താണ് മെസ്സേജുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ തയ്യാറാകുക. ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ്റെ എഫക്റ്റീവ്നെസ് കൂട്ടാൻ സഹായിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. എനി ഡൗട്ട്സ്? കമ്മ്യൂണിക്കേഷൻ വളരെ ഷോർട്ട് ടോപ്പിക്കാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഏരിയയിൽ നമ്മൾ 4 ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ലെക്ചറിൽ നമ്മൾ ബാക്കിയുള്ള 3 ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഫസ്റ്റ് ഏരിയയിൽ. ബാക്കിയുള്ള രണ്ട് ടോപ്പിക്സ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനും മാസ് മീഡിയയും നമ്മൾ രണ്ടാമത്തെ ലെക്ചർ ഡേ ആഫ്റ്റർ ടുമോറോ ആണ്, അന്ന് നമ്മൾ തീർക്കും. ഓക്കെ, താങ്ക് യു എവരി വൺ. താങ്ക് യു ഫോർ യുവർ ടൈം.